നമ്മുടെ ലൈവ് തുടങ്ങുകയാണ്. പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് തുടങ്ങുകയാണ്. അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കാണുക. ആശംസകൾ എല്ലാവരും ആശീർവദിക്കുക. ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നേരമായി പലരും വന്ന് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ആ ക്ഷമയ്ക്കും സ്നേഹത്തിനും ഡോക്ടർ സൗമ്യ സരനും സൗമ്യയുടെ സൗഹൃദ കൂട്ടായ്മയ്ക്കും ഒക്കെ വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ പരിപാടി ഔപചാരികമായി ആരംഭിക്കാം എന്ന് തോന്നുന്നു. MP വന്നില്ലേ എന്ന് നോക്കിയതാണ്. എത്തി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സൗഹൃദത്തിന്റെ ആഘോഷവേദി കൂടിയാണ്. ഡോക്ടർ സൗമ്യ സരിൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. ചിലർക്ക് സഹപ്രവർത്തകയാണ്, ചിലർക്ക് സുഹൃത്താണ്, ചിലർക്ക് ഏറ്റവും അടുത്ത കുടുംബാംഗമാണ്. അങ്ങനെ സൗമ്യക്ക് പ്രിയപ്പെട്ടവരും സൗമ്യയോട് ഏറെ സ്നേഹമുള്ളവരുമായ ആളുകൾ ഒത്തുചേരുന്ന ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ഈ വേദിയുടെ ഭംഗി കുറച്ച് കൂടുതലാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഈ പുസ്തകം ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് കേരളത്തെ ആകെ നിറങ്ങലിപ്പിച്ച വയനാട്ടിലെ ദുരന്തം ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിച്ചത് അത് ഇങ്ങനെയൊരു സന്തോഷകരമായ ഒത്തുകൂടലിന്റെ സമയമല്ല എന്ന തിരിച്ചറിവിൽ അത് മാറ്റുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് സൗമ്യക്ക് തിരിച്ചു പോകേണ്ട സമയമായി. സൗമ്യ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് വേണമെന്ന്. അപ്പോ എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി എല്ലാവരും ചേർന്ന് നമുക്കിത് നടത്താം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ വേദി ഒരുങ്ങുന്നത്. അപ്പോ സൗമ്യയുടെ സുഹൃത്ത് എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ ഒരു അവതാരക എന്നല്ല. ഈ ചടങ്ങ് അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികതയും ഇല്ലാത്ത ഒരു വേദിയായാണ് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ ഔപചാരികതയില്ല, സ്നേഹം, സന്തോഷം അത്രയേ ഉള്ളൂ ഈ വേദിയിൽ. നമ്മളിൽ പലരും ഒരു കുഞ്ഞിനെ ചിലപ്പോൾ നേരിട്ട് വളർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല ഈ കൂട്ടത്തിൽ. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ? ഈ ഒരു ചോദ്യം ചോദിക്കാത്ത ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അത് നമ്മുടെ കുട്ടിയാവാം, ചിലപ്പോ നമ്മുടെ സഹോദരങ്ങളുടെ കുട്ടികളോ നമ്മുടെ സുഹൃത്തിന്റെ കുട്ടികളോ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് ഒരു പാരന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സംശയമുള്ളപ്പോഴൊക്കെ ഞാൻ വിളിക്കുന്ന ഒരാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ സൗമ്യയാണ്. അപ്പോ സൗമ്യ ഡോക്ടർ സൗമ്യയായി മാറും. ഇന്നലെ മിനിയാന്ന് കൂടി കടുത്ത പനിയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം സൗമ്യയെ വിളിച്ച്, സൗമ്യ അവന് പനിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സൗമ്യ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു. എനിക്കറിയാം ഡോക്ടേഴ്സ് ഒരുപാടുള്ള വേദിയിൽ അത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ സൗമ്യക്ക് അവനെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ വിളിക്കും. അങ്ങനെ ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, അതിനപ്പുറത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് സൗമ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ സൗമ്യ നമ്മളെയൊക്കെ ഈ സമൂഹത്തെ ആകെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ പോലും പറ്റാത്ത സമയത്ത് സൗമ്യയുടെ വീഡിയോകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിർദ്ദേശം തന്നിട്ടുണ്ട്, നമ്മളുടെ സംശയങ്ങൾ തീർത്തു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു പാരന്റ് എന്ന നിലയിലൊക്കെയുള്ള സൗമ്യയുടെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ സൗമ്യയുടെ മികവ് സൗമ്യ ഒരു ബുക്കിലേക്ക് പകർത്താൻ കാരണമായത് DC ബുക്സ് ആണ്. അങ്ങനെ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഇവിടെ എത്തിയ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ ഭംഗിയാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൗമ്യമായി ഏതെങ്കിലും ഒക്കെ തരത്തിൽ കണക്റ്റഡ് ആയ കുറെ ആളുകളാണ്. ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നത് എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട MP-യും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ ഹൈബി ഈഡനാണ്. ഹൈബി നമുക്കറിയാവുന്നതുപോലെ, നിങ്ങളോടൊന്നും എറണാകുളത്തുകാരാണ് ഈ കൂട്ടത്തിൽ അധികവും പ്രത്യേകം പറയുന്നത് കാര്യമില്ല, ഓരോ വിഷയത്തിലും ഹൈബി അത് പഠിച്ച് അത് നടപ്പാക്കുന്നത് ഞങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ ആരാധനയോടെയും വളരെ കൗതുകത്തോടെയും കാണാറുണ്ട്. എന്ത് കാര്യമായാലും ഹൈബി അത് പഠിച്ചാണ് അതേക്കുറിച്ച് പറയാറുള്ളത് എന്ന് എപ്പോഴും ഒരു സന്തോഷത്തോടെ കാണാറുണ്ട്. കാരണം പൊളിറ്റീഷ്യൻസ് അങ്ങനെ ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആവണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അതിനോടൊപ്പം. അപ്പോ അങ്ങനെയുള്ള ഹൈബിയെ തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൂടി ഈ പുസ്തക പ്രകാശനം നിർവഹിക്കാനായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്നേഹത്തോടെ ഹൈബിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ R. രമേഷ് കുമാർ, ഇവിടുത്തെ
എറണാകുളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഡോക്ടേഴ്സിന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ ഇന്ത്യൻ പീഡിയാട്രിക് സൊസൈറ്റി അതിന്റെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ആണ്. അതായത് ദേശീയ തലത്തിൽ കേരളത്തിലെ പീഡിയാട്രീഷ്യൻസിനെ നയിച്ച ഒരാളാണ്. എനിക്ക് അതിലൊക്കെ ഉപരി എന്റെ ബന്ധുവാണ്, എന്റെ അച്ഛന്റെ അനിയനാണ്. അപ്പോ എനിക്കത് വ്യക്തിപരമായി കൂടി ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും വിദഗ്ധനായ ഒരാളെന്ന നിലയിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഡോക്ടർ ആർ രമേശ് കുമാറിനെ കിട്ടിയതും ഈ വേദിയുടെ ധന്യതയാണ്. സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഡോക്ടർ രമേശ് കുമാർ. അടുത്തതായി ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിലുള്ള കുറച്ച് ആളുകൾ കൂടി ഇവിടെയുണ്ട്. ഇത് കാണുന്നില്ലായിരുന്നു. നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുരേഷ് പിള്ള, ഷെഫ് പിള്ള. സുരേഷ് ചേട്ടൻ ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ വലിയ എന്താ പറയാ അഭ്യുദയകാംക്ഷയാണ്. ഞങ്ങൾക്കൊക്കെ നല്ലത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല മനസ്സിനുടമയാണ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് ചേട്ടൻ ഈ പരിപാടിയിൽ വരാമെന്നും അത് ഭംഗിയാക്കാൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ ആളാണ് സുരേഷ് ചേട്ടനെ. ഷെഫ് പിള്ളയെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ പ്രിയങ്കരിയായ അശ്വതി ശ്രീകാന്താണ്. അശ്വതി, എനിക്ക് വലിയ സന്തോഷമുണ്ട്. അശ്വതിയുടെ പേര് ഈ വേദിയിലേക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത് ഞാനാണ്. അത് എനിക്ക് പെട്ടെന്ന് അശ്വതി എന്ന ഒരു ആർട്ടിസ്റ്റിനെ നമുക്കറിയാം, അശ്വതി എന്ന അവതാരകയെ നമുക്കറിയാം. ഞാൻ പക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ള അശ്വതി എന്ന പാരന്റിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അശ്വതി എന്ന ഓത്തറിനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ വേദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരാളാണ് അശ്വതി. സ്നേഹത്തോടെ പ്രിയപ്പെട്ട അശ്വതിയെ ക്ഷണിക്കുന്നു. നമ്മളോടൊപ്പം ഉമാ തോമസ് MLA കൂടി ഈ വേദിയിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. വരുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിലും വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. സൗമ്യക്ക് ഗുരുതുല്യരായ, നമ്മളൊക്കെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഈ വേദിയിലുണ്ട്. അവരെ വ്യക്തിപരമായി ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷെ ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്ന ഡോക്ടർ പുരുഷോത്തമൻ, ഡോക്ടർ രാജീവ് ജയദേവൻ, ഡോക്ടർ അനന്തകേശവൻ, അവരൊക്കെ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാം വളരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്റ്റാർ ഓഫ് ദി ഡേ ഡോക്ടർ സൗമ്യ സരൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സൗമ്യയാണ് ഇന്നത്തെ ഈ വേദിയുടെ താരം. സൗമ്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ അല്ല, ഈ ചടങ്ങിന് അങ്ങനെ ഔപചാരികതകളൊന്നുമില്ല. അപ്പൊ നേരെ നമ്മൾ പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായി ബഹുമാനപ്പെട്ട എറണാകുളം MP പ്രിയപ്പെട്ട ഹൈബിയെയും പുസ്തകം ഏറ്റുവാങ്ങാൻ പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായ ഡോക്ടർ രമേശ് കുമാറിനെയും ക്ഷണിക്കുന്നു. സാധാരണഗതിയിൽ പുസ്തക പ്രകാശനം കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ചീഫ് ഗസ്റ്റിനെ സംസാരിക്കാൻ വിളിക്കുകയാണ് പതിവ്. പക്ഷെ അതിലും മഹത്തരമായ ഒരു മൊമെന്റിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത്. അത് സൗമ്യയുടെ ഈ പുസ്തകം
കഴിഞ്ഞ ആഴ്ച പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴായിരുന്നു ഈ വയനാട്ടിലെ വലിയ ദുരന്തം ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും ആദ്യം സൗമ്യയും ഈ സൗമ്യയുടെ കുടുംബവും ഒക്കെ തീരുമാനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകത്തിൽ നിന്ന് ഈ വർഷം കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാം എന്നതാണ്. ഇപ്പോ ഇവിടെ വെച്ച് അത് പുസ്തകം വിറ്റ് കിട്ടുന്ന പൈസയാണ്. പക്ഷെ അതിന് മുന്നോടിയായി സൗമ്യ ഒരു ചെക്ക് ഹൈബിയെ ഏൽപ്പിക്കുകയാണ്. അത് CMRDF-ലേക്കുള്ള ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എല്ലാവരും പുസ്തകം വാങ്ങി പ്രോത്സാഹിപ്പിക്കണം. ഇനി പ്രിയപ്പെട്ട ഹൈബി 2 വാക്ക് സംസാരിക്കും. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ രമേഷ് കുമാർ, മുഖ്യാതിഥി ഷെഫ് സുരേഷ് പിള്ള, ഈ ബുക്കിന്റെ ഇൻട്രൊഡക്ഷൻ നിർവഹിക്കുന്ന ശ്രീമതി അശ്വതി ശ്രീകാന്ത്, പ്രിയപ്പെട്ട ശ്രീജ, ഈ ബുക്കിന്റെ ഓത്തർ, നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ കാരണമായിട്ടുള്ള ഡോക്ടർ സൗമ്യ സരിൻ, പ്രിയപ്പെട്ട സരിൻ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടേഴ്സ്, IMAയുടെ മറ്റു ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും രസകരമായൊരു കാര്യം, സൗമ്യയെ ഒരുപാട് വർഷങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയും ഫോളോ ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് പല കോണുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമ്പോഴും ഞാൻ സൗമ്യയെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ചിരുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ചില പരിപാടികൾക്ക് ചെല്ലുമ്പോൾ വളരെ പ്രായമുള്ള ചില ആൾക്കാർ ഇത്ര ചെറിയ ആളാണ്, സ്ക്രീനിൽ കാണുമ്പോൾ വലിയൊരാളാണ്, ഭയങ്കര പൊക്കവും മണ്ണൊക്കെയുള്ള ഒരാളായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനൊരു വലിയ ആളെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ചെറിയ ആളിൽ നിന്ന് സമൂഹത്തിന് കിട്ടുന്ന ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട്, അത് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡിന്റെ കാലം മുതൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സൗമ്യയുടെ ഒരു പ്രത്യേകത, സൗമ്യ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ രസകരമായ അവതരണ രീതിയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനാണ് സൗമ്യ ശ്രമിച്ചിട്ടുള്ളത്. അത് പോസിറ്റീവായി എത്തി എന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ പുസ്തകം ഞാൻ മനസ്സിലാക്കുക. ഡോക്ടേഴ്സ് പറയേണ്ട കാര്യങ്ങളാണ് IMAയിൽ വെച്ചാണ്, ഡോക്ടേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഞാനും ഈ നമ്മുടെ VP സജീന്ദ്രൻ മുൻ MLA ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാറുണ്ട്. പക്ഷെ ഡോക്ടർ ബിജു ജേക്കബിന്റെ സിന്തൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഒരു പുസ്തക പ്രകാശനം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. ആ ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ ഉണ്ടായിരുന്നു. മാതൃഭൂമി ബുക്സ് ആയിരുന്നു അത് പുറത്തിറക്കിയത്. അന്ന് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട ശ്രേയാംസ് കുമാർ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലൊരു വേദിയിൽ എന്നെയാണ് പുസ്തകം അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ SSLC പരീക്ഷയ്ക്ക് പോലും അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർ ശശി തരൂരിനെ പോലെ, ശ്രേയാംസ് കുമാറിനെ പോലെ, അതുപോലെ നമ്മുടെ മേയറും എല്ലാവരും ഇരിക്കുന്ന ഒരു വേദിയാണ്. സത്യം പറയാനല്ലോ, രാത്രിയും പകലും ഇല്ലാതെ അത് പഠിച്ചു. അത് പഠിച്ചിട്ടാണ് ഞാനത് അവതരിപ്പിക്കാൻ ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചത്. ശ്രേയാംസ് കുമാർ ബുക്ക് വായിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ബുക്ക് വായിച്ചിട്ടുള്ളൂ, ഞാൻ ബുക്കൊന്നും ഇങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളല്ല ആദ്യം സംസാരിക്കുന്നത്, ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇത് എന്റെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു. പക്ഷെ സൗമ്യയുടെ അടുത്ത് ഞാൻ പുസ്തകം ചോദിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, സൗമ്യ ഇന്ന് ഉച്ചയായപ്പോ എനിക്കൊരു PDF അയച്ചു തന്നിട്ട് പറഞ്ഞു, ബുക്കൊന്ന് പെട്ടെന്ന് വായിച്ചോളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വായിക്കാൻ പറ്റിയൊരു ബുക്കല്ല, കുറച്ച് അധികം ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ വായിക്കാത്തതിന്റെ കാരണം സൗമ്യ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പല രൂപത്തിലും പല ഭാഗത്തിലും പല സമയങ്ങളിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെവിടേക്കോ നമ്മളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാനത് വായിക്കാതെ എന്നാലൊരു ക്യുക്കായിട്ടത് നോക്കി. കാരണം നമ്മളെ ആകർഷിക്കുന്ന വളരെ ആകർഷണീയതയുള്ള ഒരു ടൈറ്റിലാണ് ഡോക്ടറേറ്റ് ഞങ്ങളുടെ കുട്ടി ഓക്കെയാണ്. അതിലും ഞാനൊരു ചെറിയ സ്വാർത്ഥനാണ്. കാരണം ഒരു കൊച്ചിക്കാരൻ ആയിട്ട് പാലക്കാട് എന്നൊരാള് ഞങ്ങളുടെ എന്നുള്ള ഭാഷാ പ്രയോഗം നടത്തി എന്നുള്ളത് എറണാകുളത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. മലയാളം നന്നായി ശുദ്ധമായി സംസാരിക്കുന്ന ആരാണ് ഒറ്റപ്പാലക്കാരൻ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങ കടന്നു വന്നപ്പോ അതിലും ഒരു കൊച്ചി സ്വാധീനം കടന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ ബുക്കിൽ വളരെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ ഡോക്ടർ വേണുഗോപാലിന്റെ അടുത്താണ് പോകുന്നത്. അതായത് ഒരു 10-25-30 വയസ്സൊക്കെ ആയ ആൾക്കാരും ഇപ്പോഴും പീഡിയാട്രിഷ്യന്റെ അടുത്താണ്. കാരണം അവർക്ക് അവർ ചികിത്സിച്ചാലേ ശരിയാകത്തുള്ളൂ. നമ്മുടെ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കുടുംബ ഡോക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് സബ് സ്പെഷ്യാലിറ്റീസും സൂപ്പർ സ്പെഷ്യാലിറ്റീസും ഒക്കെ വന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മളെല്ലാവരും കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ, ആ ഡോക്ടറാണ് എല്ലാത്തിനും ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എന്നെ ചികിത്സിച്ച ഡോക്ടറാണ് ഡോക്ടർ വേണുഗോപാൽ. എന്റെ മോളെയും ചികിത്സിക്കുന്നത് ഡോക്ടറാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഡോക്ടറുടെ അടുത്താണ് പോകുന്നത്. അതുപോലെ സൗമ്യയുടെ അടുത്ത് അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അത് ഈ പുസ്തകത്തിലുള്ളത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾക്ക് അറിവില്ലാത്ത, നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതൊരു എന്താ പറയാ, ഒരു ഗൂഗിൾ ഇൻഫർമേഷൻ പോലെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പൊ ഞാൻ നല്ല വായിച്ചു നോക്കിയപ്പോ പറഞ്ഞതാണ്, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ജനിച്ച ന്യൂ ബോൺ ബേബീസ്, അവരുടെ ഭക്ഷണക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവര് സോഫ്റ്റ് ഫുഡിൽ നിന്ന് തരിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ ഛർദ്ദിക്കാറുണ്ട്. അതൊരു നാച്ചുറൽ കാര്യമാണ്. കാരണം ആ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മുടെ രീതികൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് കരുതുന്നതും ഫാസ്റ്റ് ഫുഡ് എന്ന് കരുതുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം, ഉറക്കം, അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എൻസൈക്ലോപീഡിയ പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ബുക്കാണ് ഡോക്ടർ സൗമ്യ പുറത്തിറക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ശ്രീജ പറഞ്ഞതുപോലെ സൗമ്യ പല തലങ്ങളിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ സുഹൃത്ത് വലയമാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. സരിന്റെ ഭാര്യയാണെന്നുള്ളത് ഒഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ആ കുട്ടിക്ക് എന്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും വലിയ ഭീഷണി സരിൻ നേരിടുന്നതും സൗമ്യയിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സന്ദർഭങ്ങളിലും ഞാൻ പല സ്ഥലങ്ങളിലും അത് കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഞാനത് തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷെ സൗമ്യ ഒരു ഡോക്ടർ എന്നതിനപ്പുറമായി പല മേഖലകളിലും നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളൊരു പുസ്തകം എഴുതുമ്പോൾ, ഒരു പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫാക്ച്വൽ ഡോക്യുമെന്റ് ആണ്. ഇതൊരിക്കലും മാറാൻ പാടില്ലാത്തൊരു ഡോക്യുമെന്റ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര്, അതിന് മറ്റൊരു പ്രത്യേകത DC ഇത് പുറത്തിറക്കുന്നു എന്നുള്ളതാണ്. DC പോലൊരു പബ്ലിഷിംഗ് കമ്പനി അതിന് എത്ര വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നോട് ഒരുപാട് പേര് പുസ്തകം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പുസ്തകം എഴുതാനുള്ള അനുഭവ പരിചയമോ അതിനുള്ള പ്രാഗൽഭ്യമോ ഉള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ടാണ് പുസ്തകം എഴുതാത്തത്. പക്ഷെ ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുള്ളത്, ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നപ്പോൾ, ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു ബദൽ പാഠപുസ്തകം എന്ന് പറഞ്ഞിട്ട് വിവാദകരമായ ഒരു പാഠപുസ്തകം സർക്കാർ പിൻവലിക്കണമെന്ന് ഒരു ബദൽ പാഠപുസ്തകം 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകം, സ്റ്റഡീസ് പുസ്തകം പുറത്തിറക്കി. അതിന്റെ പാടിപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. കാരണം ഞങ്ങൾ ബദലാണ് എന്ന് പറഞ്ഞ് ഇറക്കിയ പുസ്തകത്തിൽ തന്നെ ഒരുപാട് അക്ഷരത്തെറ്റുകൾ ഉണ്ടായി. അപ്പൊ ഞാൻ
ടെക്നിക്കൽ ഡിഫിക്കൽട്ടി പറയുകയാണ്. ഒരു എത്രത്തോളം ഓതന്റിസിറ്റിയും ഫാക്ച്വൽ കറക്ഷനും വേണ്ട ഒരു കാര്യമാണ് ഒരു ബുക്ക് പുറത്തിറക്കുക എന്നുള്ളത്. ഇതിലെ ഒരു അക്ഷരത്തെറ്റോ ഇതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ അത് പുറത്തിറക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പൊ DC അത് ഏറ്റെടുത്തു, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, സൗമ്യക്ക് ഒരു വലിയ പിന്തുണ നൽകി. അപ്പോൾ സൗമ്യയുടെ കരിയറിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എൻ്റെ കുട്ടിയുടെ ഡോക്ടർ ബാക്കിൽ നിന്ന് തന്നെ ചിരിക്കുന്നുണ്ട്. അയാളും ഒരു ഓത്തറാണ്. അങ്ങനെ പല ആളുകളും സൗമ്യക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഈ ഡോക്ടർ തോമസ് ഉണ്ട് സമർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വേദി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം വായിക്കാതെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഒരു വലിയ കഴിവും മികവുമാണെന്ന് ഞാൻ കരുതുകയാണ്. സൗമ്യക്ക് ഈ പുസ്തകം ഒരുപാട് പേരിലേക്ക് ഇത് എത്തണം. അത് സൂക്ഷിക്കാൻ പറ്റുന്ന നമ്മളുടെ കളക്ഷനിൽ, പേഴ്സണൽ കളക്ഷനിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൗമ്യക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി സ്വാഭാവികമായിട്ട് പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ രമേശിനെയാണ് വിളിക്കുന്നത്. പക്ഷെ ഈ പുസ്തകം വായിക്കാതെ ഇത് ഇത്രയും ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ള റെക്കോർഡ് ഇപ്പൊ എന്തായാലും ഹൈബി എടുത്ത സ്ഥിതിക്ക് നമുക്ക് പുസ്തക പരിചയത്തിലേക്ക് കടക്കാം. അശ്വതി ഈ പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡോക്ടർ രമേശിന് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പവും. പുസ്തക പരിചയത്തിന് പ്രിയപ്പെട്ട അശ്വതി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സാറിന്റെ പുസ്തക പരിചയം എന്നുള്ള ചുമതലയാണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഈ പുസ്തകത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാര്യം ഇതുപോലത്തെ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരായിരിക്കും. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഞാനൊരു പേരന്റ് ആണ് എന്നുള്ളത് കൊണ്ടും ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ പങ്കുവെക്കുന്ന ആളായതുകൊണ്ടുമാണ് എന്നാണ് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. സോ എന്റെ ഒരു പേരന്റിങ് ജേർണിയുടെ കുറച്ച് ഡീംസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിലേക്ക് വരാം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു പേരന്റ് ആവുന്നത് വരെ കുഴപ്പമില്ല, ഇത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വളരെ അതിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സൈഡുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് മറ്റു പലരെയും പോലെ പേരന്റ് ആകുന്ന ആളാണ് ഞാൻ. പക്ഷെ ആദ്യത്തെ കുഞ്ഞിനെ കയ്യിലോട് കിട്ടിയതോടുകൂടി എന്റെ ധാരണ കംപ്ലീറ്റ് ആ ഒറ്റ രാത്രി കൊണ്ട് എന്റെ എല്ലാ ധാരണയും തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ 8 വർഷം എടുത്തു. പക്ഷെ ആ ഒരു 8 വർഷവും ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു സ്വത്വത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഒരു പേരന്റ് എന്ന് പറയുന്നത്, വൺസ് യു ആർ എ പേരന്റ് യു ആർ ഓൾവേസ് എ പേരന്റ് എന്ന് പറയുന്ന പോലെ ആ റെസ്പോൺസിബിലിറ്റി പിന്നെ തിരിഞ്ഞിറങ്ങി നടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ സൗമ്യ പോലെയുള്ള ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസ് ആ ഒരു ജേർണിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് വായിക്കാനും അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ സൗമ്യ അല്ലാത്ത എടുത്തു പറയേണ്ട ഒരാളാണ് ഞാൻ. പണ്ടുതൊട്ടേ സൗമ്യയുടെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് അത് വളരെ ക്രിസ്പ് ആയിട്ടൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ എപ്പോഴും സന്തോഷവും നന്ദിയും ഒക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും മേജർ ആയിട്ടുള്ള വലിയ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ് കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തില് ഈ 2 ജനറേഷനുകൾക്കിടയിൽ പെട്ട് ആ ഒരു ക്ലാഷിൽ പലപ്പോഴും കുട്ടികൾ പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പേരന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ ഉള്ളവരായിരിക്കും മിക്കപ്പോഴും നമ്മുടെ പേരൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ല, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പോലും അവരും പറയാറുണ്ട് ഇപ്പോഴത്തെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡോക്ടറിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയുകയില്ല കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങളില് എന്റെ അടുത്ത് ഇതുപോലെ വന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംസാരിക്കുന്ന അമ്മമാര്
1 വയസ്സുള്ള കുഞ്ഞിന് കട്ടൻ ചായ കൊടുക്കുന്ന അമ്മമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വളരെ നോർമലായിട്ട്, അതായത് നമ്മൾ ജനറലി പറയുമല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആനുകൂല്യം എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കട്ടൻ ചായ വരെ കൊടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. 4 വയസ്സായ കുഞ്ഞിന് ഒരു കശുവണ്ടി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അച്ഛനെയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ പേരന്റ് പറയുമായിരുന്നു, അമ്മ പറയുമായിരുന്നു, അച്ഛൻ സമ്മതിക്കില്ല, കുഞ്ഞിന് ഒന്നും കട്ടിയുള്ള ഒരു സാധനം ചൂ ചെയ്ത് കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല, ആൾക്ക് ഭയങ്കര സ്ട്രെസ് വരും, അതുകൊണ്ട് പുള്ളി പ്രത്യേകമായിട്ട് ടേക്ക് കെയർ ചെയ്യും. ഞാൻ ഓർക്ക് ഈ 4 വയസ്സ് വരെയൊക്കെ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ നഴ്സറികളൊക്കെ പോയി തുടങ്ങിയ കുട്ടി ഒരു മുറുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കട്ടിയുള്ള ഒന്നും ചവച്ചരച്ച് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും നിഷേധിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അറിവില്ലായ്മകൾ കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഓൾവേസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വെയിറ്റ് കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്റെ ഡോക്ടറിനോട് പോയി ഇതേ ചോദിച്ചു നോക്കി, ഡോക്ടർ എന്റെ കുറച്ച് ഓക്കെ ആണോ? അപ്പൊ അവൾ വളരെ ആക്റ്റീവാണ്, അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഡോക്ടർ ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. പക്ഷെ വീണ്ടും വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും ചോദിക്കും, ഒന്നും കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ, ഒരു ചുമനപ്രാവശ്യമൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇവൾക്ക് ഒരു 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞാനിത് കൊടുക്കാമോ ഡോക്ടറെ എന്ന് ചോദിച്ച സമയത്ത് ഞാനല്ല ചോദിക്കുന്നത്, എന്റെ ഫാദറിലാണ് ചോദിക്കുന്നത്. ഒരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു, മോള് തീരെ മെലിഞ്ഞിരിക്കുന്നു ഡോക്ടറെ, എന്തെങ്കിലും ഒരു ചുമനപ്രാവശ്യം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഡോക്ടർ പറയാണ്, നിങ്ങളൊരു ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ട് അതിന്റെ അടിയിൽ തീപ്പെട്ടി കമ്പ് ഉറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് കാരണം അത്രേ ഉള്ളൂ, അതിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു തീപ്പെട്ടി കമ്പിൽ അത്രേ ഉള്ളൂ. അതിന്റെ മുകളിൽ ചെമ്പിൽ നിങ്ങൾ വെള്ളം എടുത്ത് വെക്കരുത് എന്ന് എന്റെ ഫാദറിനോട് പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിന് ആധികാരികമായിട്ട് നമ്മൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ ഗൂഗിൾ ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ChatGPT ചോദിക്കാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിനെ ഉറപ്പിക്കാൻ പലപ്പോഴും പറ്റാറില്ല, ബിക്കോസ് അത് നമ്മുടെ ബുദ്ധി ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സോളിഡ് ആയിട്ടുള്ള അഡ്വൈസ് മറ്റൊരു സ്പേസിൽ നിന്ന് കിട്ടണം എന്ന് തോന്നാറുണ്ട്. അപ്പൊ സൗമ്യ പോലെ നമുക്ക് ഇത്രയും ഉറപ്പാണ്, സൗമ്യ ഡോക്ടർ പറഞ്ഞാൽ ഓക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മലയാളികളുണ്ട്. അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് എടുത്ത് വെക്കാവുന്ന, ആര് നമ്മളോട് നമ്മുടെ പേരന്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്താലും ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ പേരന്റ് ആവാൻ പോകുന്ന ആരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ട് കൊടുക്കാവുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. 143 പേജുകളുള്ള പുസ്തകമാണ്. നമ്മൾ ഒരു കുട്ടിയുടെ ജനനം മുതൽ അതിന്റെ ഒരു കൗമാരം വരെയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതിനകത്തുണ്ട്. ദീപ്തി നേരത്തെ തന്നെ പുസ്തകം എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ ഞാൻ ഒരു വായന കഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ആദ്യം വായിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. അപ്പൊ തന്നെ എനിക്ക് തന്നെ ഉറപ്പായി ഇത് ഒരു കോപ്പി എല്ലാവരും, കുട്ടികളുള്ള, അതായത് ഒരു ടീനേജ് വരെ പ്രായത്തിലുള്ള കുട്ടികളുള്ള എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ സൂക്ഷിക്കാവുന്ന, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്ന ഒരു പുസ്തകം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ പേരന്റിങ്ങിന്റെ ഒരു എൻസൈക്ലോപീഡിയ എന്നുള്ള തരത്തിൽ നമുക്കിപ്പോ പരിഗണിക്കാവുന്ന ഒരു പുസ്തകമാണ്. കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഗൈഡ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകം മലയാളത്തിൽ ഇതിനു മുൻപേ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഒരു പേരന്റിംഗ് ജേർണി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയപ്പോഴൊന്നും ഇങ്ങനെ എല്ലാ ഏരിയയും പ്രതിപാദിക്കുന്ന കൃത്യമായി ഈവൻ ഡയഗ്രാം അടക്കം എന്തിന് കുറുക്കുണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഉൾപ്പെടെ ഇത്ര കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എത്ര പ്രസക്തമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പൊ അതാണ് പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. 199 രൂപയാണ് പുസ്തകത്തിന്റെ വില. പുസ്തക പരിചയം നടത്തുമ്പോൾ അതും പറയണമല്ലോ. അപ്പൊ സൗമ്യയുടെ ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് പുസ്തകം പെട്ടെന്ന് ഹിറ്റ് ആക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാക്കി നമുക്ക് ഏറ്റെടുക്കാം. മാത്രമല്ല പേരന്റിങ് എന്ന് പറയുന്ന ആ ഒരു റോളിലേക്ക് നമ്മൾ പലപ്പോഴും കടക്കുന്നത് പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പഠനം പോലും അതിനെ കുറിച്ച് നടത്താതെയാണ് നമ്മൾ പലപ്പോഴും ആ ഒരു ജേർണിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ധാരണയോടെ നമ്മൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അടുത്തൊരു ജനറേഷനോട് ചെയ്യാവുന്ന ഒരു വലിയ രീതിയാണ് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ പുസ്തകം ഞങ്ങൾക്ക് തന്ന സൗമ്യയ്ക്ക് നന്ദി. പുസ്തകം ഒരു വലിയ വിജയമാവട്ടെ. ആശംസകൾ. താങ്ക് യു അശ്വതി. അടുത്തതായി ഡോക്ടർ രമേഷ് കുമാർ. ഒരു പക്ഷേ ഈ പേര് ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം ആലോചിച്ചത് കേരളത്തിൽ പീഡിയാട്രിക്സിനെ പറ്റി പറയാൻ പറ്റുന്ന ഏറ്റവും വിദഗ്ധരായ ഒരാൾ വേണം ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്ന സൗമ്യക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേര് തന്നെ ഉയർന്നു വരികയായിരുന്നു.
അതുകൊണ്ട് സ്നേഹത്തോടെ my niece, in fact. So, പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ MP ശ്രീ ഹൈബിയുടെ കാവേരി സുരേഷ് പിള്ള, അശ്വതി, സൗമ്യ, ഐഡിയ ശ്രീജ, പിന്നെ ഷെറിൻ, എല്ലാവരും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാർ പുരുഷോത്തമ സാറ്, അനന്തകൃഷ്ണൻ, കൃഷ്ണമോഹൻ, രാജീവ്, എല്ലാവരും ഉണ്ട്. പിന്നെ നമുക്ക് എനിക്ക് പരിചയമില്ലാത്ത പലരുണ്ട്. ഇവിടെ വന്ന് ഒത്തിരി പേരെ പരിചയപ്പെട്ടു. കിഷോർ, ബിജു, അങ്ങനെ ഒത്തിരി ഡോക്ടർമാരെ ഒത്തിരി ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഗുഡ് ഈവനിങ്. ഇതൊരു എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈവനിങ് ആയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു എന്നെ കണ്ടൊരു ഒരാഴ്ച മുമ്പ് സൗമ്യ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, സൗമ്യ എന്താണ് അവിടെ എക്സാക്ട്ലി അല്ല ഒരു ബുക്ക് റിലീസ് ചെയ്തതാണ്. ഇത് എൻ്റെ ക്യാപ്ഷൻ തന്നെ പറഞ്ഞാൽ ഇറ്റ് വാസ് സോ അട്രാക്റ്റീവ്. അതായത് എൻ്റെ കുട്ടി ഓക്കെ ആണോ ഡോക്ടറെ? ഞാൻ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. ഞാൻ ഐ മൈറ്റ് ഹാവ് സീൻ മോർ ദാൻ 30 വർഷമായി പീഡിയാട്രിക്സ് പ്രാക്ടീസ് ചെയ്യുന്നു. 8 ലക്ഷം പിള്ളേർ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ ദിസ് ടൈം, ഇൻ മൈ ടെന്യൂർ. ഐ മീൻ വി ഹാവ് സീൻ ദാറ്റ് മെനി നമ്പേഴ്സ്. അപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം, അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഇട്ടിട്ട് അപ്പം പറഞ്ഞു, ഇറ്റ് ഇസ് എന്റെ റെഗുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കോൺവെർസേഷൻസിനെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത ഒരു അത് തന്നെ മതി എനിക്കൊരു ബുക്ക് ആക്കാനോ എന്ന് തോന്നി. അത് ഞാൻ ബുക്കാക്കി എടുക്കുകയാണ്. ഐ ഹാവ് സീൻ ഹെയർ ആൻഡ് ഹെയർഡ് അബൌട്ട് സൗമ്യ. ഞാൻ യഥാർത്ഥം ഫോളോ ചെയ്യാറില്ല, എന്നാലും പലപ്പോഴും സൗമ്യയുടെ പലപ്പോഴുള്ള ചില ഫേസ്ബുക്ക് നറേഷൻസ് ഒക്കെ ഐ നോ ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ ക്യാൻ നറേറ്റ് എനിത്തിങ്, എനി ഇൻസിഡന്റ് ഓർ എ സ്റ്റോറി ഓർ അത് എല്ലാവർക്കുള്ള കഴിവല്ല. അപ്പൊ അങ്ങനെ നറേറ്റ് ചെയ്തതിന്റെ തന്നെ ഒരു കളക്ഷൻസ് തന്നെ മതി. ഇറ്റ്സ് ഗുഡ് ഇനഫ് ടു ക്രിയേറ്റ് ഒരു നല്ലൊരു റീഡബിൾ ആയിട്ടുള്ള ഒരു ബുക്ക്. ഇപ്പം അശ്വതി പറഞ്ഞ പോലെ അടുത്ത ജനറേഷന് കൊടുക്കാവുന്ന പേരന്റിങ്ങിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ മാറും എന്നുള്ളതാണ് എനിക്കിപ്പോഴും. ഞാൻ മേ ബി ഇൻ ദ ലാസ്റ്റ് 2 days ഐ റിയലൈസ്ഡ്. ഇന്നലെ ഞാൻ സൗമ്യയോട് ചോദിച്ചു, എനിക്ക് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ കൊള്ളാമെന്ന് പറഞ്ഞു. കണ്ടന്റ് മീൻസ് വാട്ട് യു ഹാവ് ഡൺ. എനിക്ക് PDF ഹെവി പറഞ്ഞ PDF അയച്ചു തന്നു. രാത്രി മൊത്തം ഞാൻ വായിച്ചൊന്നുമില്ല. ഒരു കുറച്ചു നേരം ഇരുന്ന് രാവിലെ നോക്കി ആ കണ്ടന്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്രയോ വർഷങ്ങളായി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് അല്ല, ആ ഓരോന്നായിട്ട് അതുപോലെ എടുത്ത് അടുക്കി വെച്ചേക്കാണ്. മൊബൈൽ ഫോൺ ടൈമിങ്, എപ്പം ചായ കൊടുക്കാൻ പറ്റും, എപ്പം ഇത് എന്റെ കുട്ടി വെയിറ്റ് വെക്കുന്നില്ല, എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ തൂക്കം വെക്കുന്നില്ല, ഗ്രോത്ത് ചാർട്ട്, ഇങ്ങനെ സ്ഥിരം ചോദ്യങ്ങളുണ്ട്. അത് ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് പോലെ നടക്കുകയാണ്. കേരള പീഡിയാട്രിക്സിന്റെ ന്യൂട്രീഷൻ ചാപ്റ്ററിന്റെ സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുകയാണ്. അപ്പൊ ഡോക്ടർ എലിസബത്ത് കെ അങ്ങനെ ന്യൂട്രീഷന്റെ ഒരു സ്റ്റാൾ വാർഡ്സ് ഒക്കെ ഉണ്ട്. മാഡം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പഴയ HOD ആണ്. അപ്പം അതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എന്റെ അടുത്ത് തന്നെ സ്ഥിരം എന്റെ പേഷ്യൻസിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചോദിക്കും, 8 മാസം ഡോക്ടറെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത്, എന്നും ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു, ജ്യൂസ് തന്നെ അങ്ങ് തുറന്നിട്ട് അങ്ങോട്ട് നന്നാകുന്നില്ല. 1 വയസ്സുള്ള കൊച്ചിന് ജ്യൂസ് അടിച്ചു കൊടുക്കുക, ജ്യൂസ് എല്ലാവരും ജ്യൂസിന്റെ ആൾക്കാരാണ്. അപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ പീഡിയാട്രിക്സിന്റെ നാഷണൽ സെക്രട്ടറി ആയിരുന്നു, ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു, ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. 48,000 മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾ പീഡിയാട്രിക്സിന്റെ. അപ്പൊ നമ്മൾ ഈ എല്ലാ ഫോറത്തിലും പോകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഇപ്പോഴത്തെ എവിഡൻസ് ബേസ്ഡ് മെഡിസിനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് പറഞ്ഞാലും ചോദിക്കും എന്താണ് എവിഡൻസ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഗൂഗിളി പേരൻസ് ആണ്, ഉടനെ ചോദിക്കും. ഞങ്ങളുടെ കൊളീഗ്സ് ആണെങ്കിലും ചോദിക്കും. പുരുഷോത്തമ സാറൊക്കെ ഇരിപ്പുണ്ട്. എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതിന് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടും പറയാം. ഇത്രയും വർഷം പേഷ്യൻസിനെ കണ്ട സ്ഥിതിക്ക് ഇപ്പൊ അമൃതംപൊടിയെ കുറിച്ച് രാവിലെ വലിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. രാവിലെ അമൃതംപൊടി ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കി 6 മാസം കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അമൃതംപൊടിക്കൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പലയിടത്തും അമൃതംപൊടി കൊടുത്ത് വേറെ ഒന്നുമല്ല, വിത്ത് ഡ്യൂ റെസ്പെക്ട് ചെയ്താൽ കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്നു, ലോ ബഡ്ജറ്റ് ഇതാണ്. പക്ഷെ അതിന് അലർജി, ഒത്തിരി പ്രോട്ടീൻ പലതും ചേർത്ത കാരണം ചിലപ്പോൾ അലർജി വരാം. ചിലർക്ക് കേരളത്തിലെ ഇത്രയും ഹ്യൂമിഡിറ്റി വെച്ച് 95% ഹ്യൂമിഡിറ്റി കേരളത്തില് ഹ്യൂമിഡിറ്റി വെച്ച് മദേഴ്സ് ഒക്കെ വെളിയിൽ കീപ്പ് ചെയ്യും. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൊടുത്ത് ഒരാഴ്ച കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസ് സ്റ്റൂളൊക്കെ വരാം. ദീസ് ആർ ഓൾ ഇൻസിഡന്റൽ ഇഷ്യൂസ്. അപ്പം ഇതിനെക്കുറിച്ച് പിന്നെയും നമുക്കപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, അത് പോളിസി മേക്കേഴ്സിൽ എത്തിക്കണം. അമൃതംപൊടി കൊണ്ട് ഞാനിപ്പോ ഡിസിസ്റ്റ് ചെയ്യും. എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1 വയസ്സ് 1.5 വയസ്സ് വരെ കൊടുക്കണ്ട, ബിക്കോസ് വി ഡോണ്ട് ഇറ്റ്സ് ഹൈ ഡെൻസിറ്റി പ്രോട്ടീൻ. പക്ഷെ അതിന്റെ മെറിറ്റ് ഉണ്ട്. നമ്മുടെ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസില് ഒരു പാൽ ന്യൂട്രീഷനും പോവർട്ടി ഒക്കെ ഒരു സൊസൈറ്റിയിൽ അത് കൊടുത്താൽ ഒത്തിരി നമുക്ക് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ മെറിറ്റ് എല്ലാം കൺസിഡർ കൊണ്ട് തന്നെ ചില പേരൻസ് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പീരിയൻസ് ബേസ്ഡ് എവിഡൻസ്. നമ്മൾ എവിഡൻസ് ബേസ്ഡ് ഇതുണ്ട്. ഞാൻ പറയുമ്പോൾ ജ്യൂസ് കൊടുത്തോളാൻ പറയാം. അപ്പൊ ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ പണ്ടുകൊണ്ടേ എന്റെ ഒരു കൊളീഗ് ഉണ്ട്, ഡോക്ടർ പീയൂഷ് ഗുപ്ത, ഡൽഹിയിലെ പഴയ എനിക്ക് മുമ്പുള്ള പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ സാറ് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പീഡിയാട്രിസ്റ്റ് ആണ്. അപ്പൊ സാറ് പറയുമായിരുന്നു, ഒരു ഓറഞ്ച് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഇൻസൈറ്റ് ഓൾ ദ സെൻസസ് ഓഫ്
പ്രൈമറി സെൻസസ്, അതായത് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നോ അതോ ഓറഞ്ച് ആയിട്ട് കൊടുത്താൽ ഒരു വയസ്സ് 1.5 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ ഒരു ഓറഞ്ച് കൊടുത്തിട്ട് അമ്മ അതിന്റെ സൈഡിൽ നിന്ന് പൊളിച്ചു കൊടുക്കുന്നു. സോ ദ സെൻസ് ഓഫ് വിഷൻ ആദ്യം അത് കാണുന്നു, രണ്ട് സെൻസ് ഓഫ് നമ്മൾ ടച്ച് അതിനെ പിടിച്ചു നോക്കുന്നു, സെൻസ് ഓഫ് സ്മെൽ അതിന്റെ സ്മെല്ല് എടുക്കുന്നു, പിന്നെ അത് ഓറഞ്ച് പൊളിച്ചിട്ട് അമ്മ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിന്റെ സോഷ്യൽ അതെല്ലാം കൊച്ചു പൊളിക്കാൻ പഠിക്കുന്നു. എന്നിട്ട് അത് വായിലോട്ട് അരിഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ സെൻസ് ഓഫ് ടേസ്റ്റ്, സെൻസ് ഓഫ് ഹിയറിംഗ് ഒഴിച്ച് എല്ലാം അവിടെ വന്നു കഴിഞ്ഞു. ജ്യൂസ് അടിച്ചു കൊടുത്താൽ അമ്മ ഇതെല്ലാം അടിച്ച് ജ്യൂസ് മിക്സിയിലെടുത്ത് കൊച്ചിന് വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ഒരു അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുടിക്കുന്നു, വേറെ ഒന്നുമില്ല. ഏത് സാധനം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും നാക്കിന്റെ ആദ്യത്തെ പ്രോക്സിമൽ ഹാഫിൽ ടച്ച് ചെയ്യണം. അത് പ്രോക്സിമൽ ഹാഫിൽ ടച്ച് ചെയ്ത് അവിടെയാണ് സ്വീറ്റ് ബിറ്റർ ടേസ്റ്റുകൾ എല്ലാം ഇരിക്കുന്നത്. എന്നിട്ട് അത് പതുക്കെ പുറകോട്ട് കൊണ്ടുപോകും. കൊടുത്തു കഴിഞ്ഞാൽ 25% അകത്ത് പോകത്തുള്ളൂ, 70% തുപ്പിക്കളയും. പക്ഷെ അങ്ങനെ വന്നാലേ ഉള്ളൂ കൊച്ച്. അപ്പൊ അത് തന്നെ ഒരു 7 to 8 ടൈംസ് എങ്കിലും കൊടുക്കണം കുട്ടിക്ക്. എന്നാലേ അതിന് ഇഷ്ടമാണോ ഇഷ്ടമല്ല. ഇന്ന് തുപ്പിക്കളയും, നാളെ അത് കഴിക്കും. നമ്മുടെ വീട്ടിൽ തുപ്പിക്കളയും, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വല്ലതും കൊടുക്കുമ്പോൾ സുഖമായിട്ട് ഇന്ന് കഴിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പല പേരും നിങ്ങൾ നാളെ കെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയും. ഇവിടെ നിന്ന് കൊടുത്തില്ല, അപ്പുറത്തൊരു ചേട്ടനും ചേച്ചി അപ്പുറത്തിരിപ്പുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഇരുത്ത് കൊടുത്ത് സുഖമായിട്ട് കൊച്ചിരുന്ന് കഴിക്കും. ഇതെന്താ കൊച്ചിനുകൊണ്ട് ആംബിയൻസ്. നമ്മൾ ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കും, വീട്ടിൽ നിന്ന് ചിലപ്പോൾ എന്നും കഴിക്കുന്ന സാധനം നമ്മൾ കഴിക്കത്തില്ല. അപ്പൊ നമ്മുടെ വൈഫ് തന്നെ പറയാം, ഇവിടുത്തെ ഇഡലി ഇഷ്ടമല്ല, ആ ഇഡലി മതിയല്ലേ നിങ്ങൾക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇറ്റ് സ്പീക്സ് അബൌട്ട് ആംബിയൻസ്. അപ്പം ഇതെല്ലാം എക്സ്പീരിയൻസുകളാണ്. അപ്പം ഒരു കുട്ടിയെ കൊണ്ട് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ് അവന് ഇഷ്ടമായിരുന്നു സാർ, എന്ത് ചെയ്ത് അത് കഴിക്കത്തില്ല റാഗി എന്ന് പറയും. ഒരു തവണയെ നോക്കിയിട്ടുള്ളൂ, അതാകുമ്പോൾ വന്നപ്പോൾ അതിന് ഇഷ്ടമല്ല, നോക്കിക്കളഞ്ഞു. അതോടെ റാഗിയെ അവരങ്ങ് സ്ഥാപിച്ചു, ഇത് ഇഷ്ടമല്ല എന്റെ പോലെ. പിന്നെ അങ്ങ് തപ്പുവാണ് വേറെ എന്തോ കൊടുക്കാനുള്ളത്. എന്നിട്ട് ഇങ്ങനെ സെർലാക്കിലോട്ടൊക്കെ അങ്ങ് എത്തി തുടങ്ങി. അപ്പൊ ഇതാണ് ദിസ് ഇസ് ദ വേ. അപ്പൊ അതിൽ ഒത്തിരി ഫുഡ് ഫാഡിസ് ഞാൻ എക്സാമ്പിൾ കൂട്ടിയതാണ്. അപ്പൊ നിസ്സാരമായ ഒരു ഫ്രൂട്ട് കൊടുക്കുന്നതിന് ജ്യൂസ് അടിച്ചു കൊടുക്കാതെ ആ ഫ്രൂട്ടിനെ ഹോൾസം ആയിട്ട് കൊടുക്കുക. ഇത് എൻകറേജ് ദ ഹോൾസം ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് ഹോൾസം ഫുഡ്സ്. മൊത്തത്തിൽ ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം സ്റ്റിമുലസ്, എന്തെല്ലാം സ്കിൽസ് ആണ് കൊച്ചു അക്വയർ ചെയ്യുന്നത്. അതിന്റെ കൈകൊണ്ടുള്ള ഫൈൻ മോർപ്പ് 9 months ആയ പിൻസൺ ഗ്രാസ് പോലും അപ്പൊ പിടിക്കാൻ അറിയാം. ഇതിനെ ഒരു 1.5 വയസ്സായ കുഞ്ഞിന് പിടിക്കാൻ അറിയാം, പൊളിക്കാൻ അറിയാം. നമ്മൾ ചെയ്തു കൊടുത്ത എല്ലാ കുട്ടിയോടും ചെയ്യുന്നിട്ട് ഒരു അല്ലി നമ്മൾ കൂടെ ഇരുന്ന് സമയം എടുക്കുന്ന ജോലിയാണ്. കൂടെ ഇരുന്ന് അതിന് വയലോട്ട് വെച്ചു കൊടുത്താൽ എൻജോയ് ചെയ്യും. അപ്പൊ അമ്മ തന്നെ സ്വന്തം കൈകൊണ്ട് കൊച്ചിന്റെ കൂടെ ഇരുന്ന്. പിന്നെ റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയും. കൊച്ചിന്റെ മുഖത്ത് നോക്കിയാണ് കൊടുക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് നോക്കും, അമ്മയെ നോക്കി ചിരിക്കുന്നു, ഐ കോൺടാക്ട് വരുന്നു, എൻജോയ് ചെയ്യുന്നു. പേരന്റ് ഫുഡ് അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അല്ലാതെ ജ്യൂസിലെടുത്ത് കൊടുത്ത് മിക്സിക്കാണ് സന്തോഷം. പിന്നെ മിക്സിയിൽ അടിച്ചു കൊടുത്ത് വായിക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇത് സ്ട്രോയിൽ വെച്ച് കൊടുത്തിട്ട് അവരുടെ വഴിക്ക് പോകും. അത് അവിടെ തന്നെ കുടിക്കും. ടിവിയിലോട്ട് കണ്ടിട്ട് ഒറ്റ കുടിയാണ്. കുടിച്ച് തീർന്ന പോലും കൊച്ചു അറിയുന്നില്ല, അമ്മയെ അറിയുന്നില്ല. സോ ദിസ് കനോട്ട് ഹാപ്പൻ. സോ മെനി ഓരോ കാര്യത്തിനെ എടുക്കുന്നതിന് അതിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. പേരൻസിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം തന്നെ പല രീതിയിൽ ഓരോന്നിന്റെയും ബെനിഫിറ്റ്. റെസ്പോൺസീവ് ഫീഡിങ് എന്താണ്, ഒരു ഹോൾസം ആയിട്ട് ഒരു ഫ്രൂട്ട്സ് കൊടുക്കുക. എന്നോട് പല പേരൻസും ചോദിക്കും, ഞാനൊരു ഭയങ്കര ഡിഫറന്റ് ആണ് സാറേ, ഇറങ്ങാൻ നേരത്തെ ചോദിക്കും, അപ്പൊ സാർ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, നീ ഐസ്ക്രീം കഴിക്കാൻ കുഴപ്പമില്ല, ഇനിയും 50 വയസ്സായ ഡയബറ്റീസും വന്ന് ഷുഗറും വന്ന് ഹൈപ്പർ ടെൻഷൻ വന്ന് എന്ത് കഴിക്കാം, അവൻ കഴിച്ചോടെന്ന് പറയും. നല്ല പണിയായി, അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്നതാണ് ചോദിക്കുന്നത്. ഞാൻ ഐ എൻകറേജ് എവറിത്തിങ്, എന്ത് വേണം കഴിച്ചു. ബിക്കോസ് ഐസ്ക്രീം കഴിക്കുന്ന അഗേൻസ്റ്റ് ആയിട്ട് ഒരു ടോൺസിലൈറ്റിസ് വരുന്ന വെച്ചാണ് ഐസ്ക്രീം കഴിക്കരുത്. അല്ലാതെ ആർക്ക് ഐസ്ക്രീം കഴിക്കുന്നത് എന്താ കുഴപ്പം. പിന്നെ എന്നും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ശരിയൊന്നുമല്ല. ഐസ്ക്രീം കുട്ടികൾ കഴിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഐസ്ക്രീം ഒക്കെ. ചോക്ലേറ്റ്സ് വല്ലപ്പോഴും കഴിക്കാം. അവർ ഞാൻ എല്ലാം കഴിച്ചോളാം, അവർ ഒന്നും കഴിക്കരുത് പറഞ്ഞില്ല. എവറി ഡേ എന്റെ പോക്കറ്റ് ചോക്ലേറ്റോടെ റൗണ്ട്സിൽ പോകുന്നത്. 30-20 പേഷ്യന്റോടെ 40 ചോക്ലേറ്റ് ആണ്. എല്ലാവർക്കും 2 വെച്ച് കൊടുത്തേ ഇറങ്ങി പോരത്തുള്ളൂ. ഇതെല്ലാം മേക്ക് ഹാപ്പി. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ സ്വീറ്റ് ആണ്. ഇതെല്ലാം മേക്ക് ദൈവം തന്നേക്കുന്നത് നമ്മുടെ എവല്യൂഷനകത്ത് സ്വീറ്റ് ആണ് തന്നിന്റെ ഏറ്റവും നടുക്കുള്ള ഒരു ടേസ്റ്റ്. ആ ഇന്ന് രാവിലത്തെ ടോക്കിലൊക്കെ അവിടെ പറഞ്ഞാണ് സാറുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സ്വീറ്റ്നെസ് ആണ് നമ്മൾ ആദ്യം എൻകറേജ് ചെയ്യേണ്ടത്. ലോകം എന്ന് പറയുന്നത് സ്വീറ്റ്നെസ്സിനെ നമ്മൾ എന്താ ബർത്ത്ഡേ സ്വീറ്റ് മെമ്മറീസ് എല്ലാം സ്വീറ്റ് ആയിട്ട് പറയുന്നത്. അല്ല ബിറ്റർ ആൻഡ് സോർ അല്ല നമ്മൾ പറയുന്നത്. ബിറ്റർ ആൻഡ് സോർ അതിന്റെ കൂടെ കടന്നു വന്ന ചില ടേസ്റ്റുകളാണ്. അത് ബാലൻസ് ചെയ്യാനും കുറച്ച് കഴിഞ്ഞപ്പം ചില കാര്യങ്ങൾക്ക് ഡിഫറൻസ് വരുമ്പോഴാണ് ബിറ്റർ ആൻഡ് സോർ വന്നത്. സോ എവറി ചൈൽഡ് ഷുഡ് എൻജോയ് ദ സ്വീറ്റ് തിങ്സ് ഇൻ ലൈഫ്. അത് അവരോട് വിത്തുകൊള്ളിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അതിന് പല റീസൺസ് കാണും. അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങളിപ്പോ ഈ സീസണിൽ മേ ബി ജൂലൈ കഴിഞ്ഞാൽ പിന്നെ എന്നും പനിയാണ്. ഒത്തിരി പേര് വരും, എന്റെ കൊച്ചിന് ഇമ്മ്യൂണിറ്റി കുറവാണ്. ഞാൻ പറയും ഇമ്മ്യൂണിറ്റി കുറവ് എന്താ, അല്ലെ കഴിഞ്ഞ ആഴ്ച പനി, എന്റെ മുമ്പത്തെ ആഴ്ച പനി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് എന്താ ശരി അല്ല. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, അല്ല വീട്ടിൽ ചെന്നാൽ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടു. ആരും മദറിലായിരിക്കും പറഞ്ഞു വിട്ടത്. ഇത് പ്രത്യേകം ഡോക്ടറോട് ചോദിക്കണം, ഇമ്മ്യൂണിറ്റിയുടെ കാര്യം ചോദിച്ചിട്ട് വരണമെന്ന്. അപ്പൊ എന്റെ ഒരു പെർസ്പെക്ടീവ് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവർക്ക് എന്നും അസുഖിച്ച് അവരാണ് ഈ മിടുക്കന്മാരാ. പോയി ബസ്സിലും പോയി എല്ലാവരുടെ സീറ്റിൽ കയറി ഇരിക്കും, എല്ലാവരുടെ അടുത്ത് പോയി ക്ലാസ്സിൽ പോയി എല്ലാവരുടെ കൂടെ കൂട്ടുകൂടും, എല്ലാവരും ചെവി രഹസ്യം പറയിച്ച് വരുന്നവരാണ് എന്നൊന്നും പനിയും കിട്ടുന്നത്. അല്ലാതെ കമ്മ്യൂണിറ്റിയുടെ ഇമ്മ്യൂണിറ്റിയാ കുറഞ്ഞേക്കുന്നത്. അല്ല കൊച്ചിന്റെ ഇമ്മ്യൂണിറ്റി. റിക്കറന്റ് ഇൻഫെക്ഷൻസ് ഈ സമൂഹത്തിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പകരുന്ന സീസണാണ്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദി റെഡ്യൂസ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ നമ്മുടെ അവയർനെസ് നമ്മൾ പറഞ്ഞു നടക്കണം. അപ്പൊ അത് തടയാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കണം. എത്രമാത്രം പ്രായോഗികമെന്ന് അറിയത്തില്ല. നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് ഒരു ഇൻഫെക്ഷൻ പോലും ഇല്ലായിരുന്നു. ഡോക്ടർമാരെല്ലാം വെറുതെ ഇരിക്കുകയായിരുന്നു. ആർക്കും ഇല്ല, പനിയില്ല, മൂക്കടപ്പില്ല. എന്തുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കുന്നു? നമ്മൾ എയർബോൺ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ തടയുന്നു.
സോ വി ഷുഡ് ബി എവിഡൻസ് ബേസ്ഡ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് പേരൻസ് പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്റെ കൂടെ തന്നെ ചില പേരൻസ് പറയും രാവിലെ വൈകിട്ട് യൂണിഫോമിൽ വരും 3 മണിയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പനിയായിരുന്നു, രാവിലെ കുറവുകൊണ്ട് സ്കൂളിൽ വിട്ടു, ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ പിന്നെയും പനിയായി. ഞാൻ പറയാം കളഞ്ഞു നിങ്ങൾ മൊത്തം. നിങ്ങൾക്ക് പനിയായി ഒരു കാര്യം, നിങ്ങൾ ആ സ്കൂൾ ബസ്സിൽ എങ്ങനെ പോയ സ്കൂൾ ബസ്സിൽ ആ സ്കൂൾ ബസ് കയറി 20 വെള്ളത്തിന് ഇത് കിട്ടിക്കാണും. അവിടെ ചെന്നിട്ട് ക്ലാസ്സിൽ പോയി കൊടുത്തു കാണും. ക്ലാസ് ഒന്നിലേക്ക് വെന്റിലേറ്റഡ് ആണ്, പക്ഷെ ബസ് എന്ന് പറഞ്ഞാൽ അടഞ്ഞിട്ടേക്കുന്ന. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ആലോചിക്കണം. നിങ്ങൾ ഇങ്ങനെ ക്ലാസ് റീസൈക്കിൾ ചെയ്യുക, നിങ്ങൾ വെച്ച് ബാക്കി 20 പേർക്കും കൊടുത്തു. ഓൺലി ബെനിഫിഷ്യറീസ് ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും അല്ല. നിങ്ങൾക്ക് എന്നും അസുഖങ്ങൾ വരും, ഞങ്ങളെ പോലുള്ളവർ എന്ന് നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ യു ഷുഡ് ഒരു പനി ഉണ്ടെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുക, 2 ദിവസം വീട്ടിൽ ഇരിക്കുക. നിങ്ങൾ തന്നെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, നിങ്ങളുടെ മറ്റുള്ളവർക്ക് അസുഖം കിട്ടാതിരിക്കുകയും ചെയ്യും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പേരൻസിന് പറഞ്ഞു കൊടുക്കണം. പനി വന്നാൽ പിറ്റേ ദിവസം സ്കൂളുകാരാണെങ്കിൽ പരീക്ഷയാണ്, അപ്പം തന്നെ സ്കൂളിൽ വിടും. രാവിലെ പാരസെറ്റമോൾ കൊടുക്കും, ചൂട് കുറഞ്ഞ ഉടനെ എഴുതിച്ച് വിട്ടോളാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫീഡിങ്ങിന്റെ കാര്യങ്ങള്, ഹൗ ടു പിന്നെ ഇത് ഫോണൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കുട്ടികളെ ഇപ്പൊ ഓട്ടിസം ഭയങ്കര കൺസേൺ ആണ്. ഐ എം ടേക്കിംഗ് 1 or 2 minutes എക്സ്ട്രാ. ഓട്ടിസം ഒക്കെ ഞാനിത് എന്നും എല്ലാവരും നോക്കിയിട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. കുറച്ച് അങ്ങോട്ട് നോക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുന്നില്ല, ഓട്ടിസം ആണോ സാറേ, ഇങ്ങനെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും പാടാണ്. അപ്പൊ അവർക്ക് പേടി, അവർ മൊബൈൽ കൂടുതൽ കൊടുത്തിരുന്നു. ഒത്തിരി അറ്റൻറ്റീവാണ്, എസ്പെഷ്യലി ഗൾഫിൽ നിന്ന് വന്ന പേരൻസ് ഒക്കെ ഉണ്ട്. ന്യൂക്ലിയർ ഫാമിലിയാണ്, അമ്മയ്ക്ക് ജോലിയാണ്, കൊച്ചിന്റെ ഫോണും കൊടുത്ത് അവിടെ ഇരുത്തും. ഇങ്ങനെയൊക്കെ വന്ന ഇഷ്യൂസ് വരുന്ന കാരണം they themselves feel apprehensive whether my child is having an adequate social contacts or is he not responding, is he having any other എങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. എനിവേ ഈ ബുക്കുകളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് നല്ലൊരു ഇതാണ്. ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണ്, നമ്മുടെ ന്യൂജൻ ക്യാപ്ഷൻ സിനിമയുടെ ക്യാപ്ഷൻ പോലെ നല്ലപോലെ ഇത് എല്ലാവർക്കും ഏറ്റവും യൂസ്ഫുൾ ആകുന്നു. ഇത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇവിടെ തന്നെ എനിക്ക് കാണാൻ പറ്റും പ്രോസെക്ഷൻ സൊസൈറ്റി ഉണ്ട്, പിന്നെ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ട് ഞങ്ങള് മേ ബി ഞങ്ങൾ ഡോക്ടർമാർക്ക് ഇതെല്ലാം ഐ എം സോ ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ വെഞ്ചറിങ് ഇൻ ഇറ്റ്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഡോക്ടർ ശശിധരൻ ഉണ്ടായിരുന്നു മോറനാറുള്ള ഹെൽത്ത് സർവീസിലുള്ളത്, പിന്നെ ഡോക്ടർ ന്യൂട്ടൺ ലൂയിസ് പഴയ ഇവിടെ തന്നെ ഉണ്ട്, ഡോക്ടർ ബുക്കൊക്കെ എഴുതുന്നത്. ഞാൻ എല്ലാവരും പറയും, ഞാൻ പ്രസിഡന്റ് ആയ സമയത്തൊക്കെ പറയും, നിങ്ങൾ യു റൈറ്റ് സംതിങ് വെരി സിമ്പിൾ ആൻഡ് ബ്രിങ് ഔട്ട് സം സിമ്പിൾ ബുക്സ്. ഇത് ആൾക്കാർ വായിക്കും, അറ്റ്ലീസ്റ്റ് ഒന്നില്ലെങ്കിലും ഒരാൾ വായിച്ചിട്ട് വേറെ കൊടുക്കും. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് കോസ്റ്റിംഗ് മച്ച്. സോ ഇങ്ങനെയുള്ള നമ്മുടെ ഇനിഷ്യേറ്റീവ്സ് വരണം. ഇത് റിയലി ഇത് ഭയങ്കര ഇങ്ങനൊരു തോട്ട് പ്രോസസ് വരികയും ഇതിനെ ഓർഗനൈസ് ചെയ്തെടുത്ത സൗമ്യയുടെ ഫ്രണ്ട്സ് ഗാങ് ഉണ്ട്. ഷീജ പറഞ്ഞു ഒരു വലിയ ഗ്രൂപ്പാണ്, ഇവരെല്ലാം കൂടാണ് മോട്ടിവേറ്റ് ചെയ്ത് സൗമ്യ. Saran, of course, the support at home and all of you, Suresh, and I had so many names from there. എല്ലാവരും whoever it is, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു വെഞ്ചറാണ്. അതിന് ഞങ്ങളുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഞാനിവിടെ ഉണ്ട്. അല്ലാതെ പീഡിയാട്രിക്സിന്റെ ഒരു ശിരോയ വിദഗ്ധൻ 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എനിക്കിത് വളരെ അത്യാവശ്യമായ ഒരു നീഡ് ഓഫ് ദി സൊസൈറ്റി ഞാൻ പറയും, നോട്ട് ഫോർ ദ പേരൻസ് ആൻഡ് ദ ഗ്രാൻഡ് പേരൻസ് ഞാൻ പറയും. അവരിതൊക്കെ ഇങ്ങനെ വായിക്കുന്ന ചൂടൊക്കെ അതിനെ കുറിച്ച് വളരെ ഇൻസൈറ്റ് വേണം. ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്റെ കൊച്ചു ഡോക്ടറെ എന്റെ കൊച്ചു ഈ തൂക്കം വെക്കുന്നുണ്ടോ, എന്നും കേൾക്കുന്ന ചോദിക്കുക തൂക്കം വെക്കുന്നുണ്ടോ. ഞാൻ അവരുടെ അടുത്തൊരു ഗ്രോത്ത് ചാർട്ട് എടുത്തു കൊടുക്കും. കണ്ടോ, നിങ്ങൾ ജനിച്ചപ്പോൾ 2 100 ഉണ്ടായിരുന്നു, ഇതിന് 7 കിലോ മതി, ഇപ്പൊ 9 8 ആയി. അപ്പൊ അംഗൻവാടിയിലെ സിസ്റ്റർ പറഞ്ഞത് 10 വേണമെന്ന് പറയും. അംഗൻവാടിയിലെ സിസ്റ്റർ പറഞ്ഞാൽ 3 കിലോ ജനിച്ചപ്പോൾ ഉള്ള കുട്ടിക്കാണ് 10 കിലോ പറഞ്ഞത്. So you should know why your child is and what ultimately the end of the day we counts is the performance. അല്ല വെയിറ്റും തൂക്കമൊക്കെ മൈനസ് മാർക്കാണ്. കേട്ടോ, മൈനസ് മാർക്ക് പെർഫോമൻസ് ആണ് നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൗ ഗുഡ് യു ആർ ആൻഡ് ഹൗ ഗുഡ് യു ക്യാൻ പെർഫോം. സോ ദാറ്റ് ഇസ് ദ വേ യു ഹാവ് ടു ലുക്ക് അറ്റ് ആൻഡ് മൈൽസ്റ്റോൺസ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, ഞാൻ മൈൽസ്റ്റോൺസ് ഒക്കെ ആദ്യമൊക്കെ എംഡിക്ക് പഠിച്ചപ്പോൾ അധികം ഓർക്കുന്നില്ല. പിന്നെ എന്റെ മോൻ ഉണ്ടായി കഴിയുമ്പോഴാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെയാണ്, ശ്രുതി പറഞ്ഞ പോലെയാണ്, എന്റെ മോൻ നേരിട്ട് നിന്നു, ഒന്ന് നടക്കുന്നു, കാര്യം നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓരോ മൈൽസ്റ്റോൺസും ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഇസ് ഇൻ യുവർ ലൈഫ്. സോ മൈൽസ്റ്റോൺസ് ആണ് നമ്മൾ നോക്കേണ്ടത്. മൈൽസ്റ്റോൺസ് നല്ലതാണ്, സ്കോളാസ്റ്റിക് പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഈ എവരിതിങ് എൽസ്. കൊച്ചിന് വെയിറ്റ് നോക്കണ്ട, തൂക്കവും നോക്കണ്ട, ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാറായിരുന്നു ഡിഫൻസിന്റെ മിനിസ്റ്ററായിട്ട് കാശ്മീരിൽ പോയി ആർമിയെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നത്തിങ് നമ്മുടെ സ്റ്റാച്ചറോ ശരീരമോ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇസ് ഓൾ പെർഫോമൻസ്. സോ ഇറ്റ് ഷുഡ് അൾട്ടിമേറ്റ്ലി ബോയിൽ ഡൗൺ ടു ഹൗ ഗുഡ് യു ആർ ആൻഡ് യു ഷുഡ് എല്ലാത്തിനെയും കുറിച്ച് നല്ല ക്ലിയർ എവിഡൻസ് ബേസ്ഡ് തോട്ട്സ് വേണം. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു നല്ലൊരു സമ്മതിയാണിത്. ഇത് എല്ലായിടത്തും നമ്മൾ എത്തിക്കണം. അത് ഞങ്ങളുടെ പീഡിയാട്രിക് അക്കാഡമിയുടെ എല്ലാ സപ്പോർട്ടും കാണും. പിന്നെ എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, എല്ലാവരും കാണും. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു കം ഔട്ട് വിത്ത് ഇറ്റ്. ഇവിടെ വന്ന് ചേർന്ന സുരേഷുണ്ട്, എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. അതുകൂടാതെ സൗമ്യയുടെ ഈ വെഞ്ചർ ഓൾസോ വയനാടിന് വേണ്ടി ടൈംലി ഐ തിങ്ക് ഹെൽപ്പ് ഇൻ നീഡ് അത് ആ ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എന്റെ വീട്ടിലെ ജനറേഷണൽ ഗ്യാപ്പിൽ പലപ്പോഴും എനിക്ക് സഹായമായിരുന്നത് ഇതുപോലെയുള്ള ചില ഉപദേശങ്ങളായിരുന്നു.
കുട്ടിയെ കണ്ണെഴുതിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ വിളിക്കും. ഞാൻ പറയും കണ്ണെഴുതാൻ പറയുന്നു, അപ്പൊ പറയും കണ്ണെഴുതണ്ട എന്നൊറ്റ വാക്കിൽ എനിക്ക് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ എന്നെ സഹായിച്ചത് ഇദ്ദേഹമാണ്. അപ്പൊ ഇതുപോലത്തെ ചിറ്റപ്പനാണ്. അടുത്തതായി ഞങ്ങളുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഷെഫ് പിള്ള. നിങ്ങളുടെ ഷെഫ് പിള്ള ഞങ്ങൾക്കൊക്കെ സുരേഷ് ചേട്ടനും പിള്ള ചേട്ടനും ഒക്കെയാണ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും എന്റെ ഫീൽഡിൽ ആർക്ക് എന്ത് നല്ലതുണ്ടാവുമ്പോഴും ഏറ്റവും ആദ്യം ചിയർ ലീഡറായിട്ട് ചിയർ അപ്പ് ചെയ്യാൻ വരുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. അതുപോലത്തെ ഒരു പ്രസൻസ് ആണ് ഇവിടെ. അദ്ദേഹത്തിന്റെ വലിയ തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞെത്തിയ ആളാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. നമസ്കാരം. ഡോക്ടർ ഗണേഷ്, അശ്വതി, സൗമ്യയും സുനിതയൊക്കെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലെ കഴിഞ്ഞ 7 വർഷമായിട്ടുള്ളതാണ്. അപ്പൊ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വന്ന പോലെയാണ് എനിക്ക് ഇതൊരു കാര്യം. ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ ഒരു കുറെ ആൾക്കാർ നമ്മുടെ ഇതിന്റെ ഒരു സമാന ചിന്താധികാരായ കുറെ ആൾക്കാർ ഇങ്ങനെ പുസ്തകങ്ങളുടെ കാര്യം തമ്മിൽ അവരുടെ നല്ല നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പല സംഭവങ്ങൾ അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പൊ അതിനകത്ത് ഡോക്ടർ സൗമ്യ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. ഹൈബി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പുസ്തകം അടുത്ത സൗമ്യ അറിയുന്നവർക്ക് ഇത് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് മുന്നേ തന്നെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വളരെ സരസമായിട്ട് ഏതോ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. കുറെ ദിവസമായിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ പുസ്തക പ്രകാശനത്തിന്റെ പല വേദികൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ സൗമ്യ പഴയ പോലെ നോക്കിയപ്പോൾ ഞാനും അതിനകത്ത് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ കരുതി ഇതൊരു വലിയൊരു പുസ്തകമായിരിക്കും. കാരണം ഇതൊരു റെഫറൻസ് ഒക്കെയുള്ള സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു സീരിയസ് ആയിട്ട്, അതായത് അതിന്റെ കൂടെ ഒരു ബിസിനസ് പോലെ ഇത് നല്ലൊരു സീരിയസ് ആയിട്ട് വരേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. കാരണം അത്രമാത്രം നോളജ്. കാരണം ഈ പുസ്തകം ഇത് അതെ. അപ്പൊ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ ഇതൊരു ആദ്യത്തെ ഫസ്റ്റ് പുസ്തകമാണ്. ഇതിനോടൊപ്പം തന്നെ അതിന്റെ തുടർക്കായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഒരു കുട്ടി ജനിച്ച് 18 വയസ്സ് വരെ നമ്മളൊരു അഡൽട്ട് എന്നൊക്കെ പറയുന്ന ഒരു 18 ഇയേഴ്സ് ഓൾഡാണ്. അപ്പൊ ഇതൊരു ചെറിയ പ്രായമുള്ള കുട്ടികളുടെ കാര്യം തന്നെയാണ്. അപ്പൊ ഒരു 18 വയസ്സ് വരെയൊക്കെ ആവുന്ന ഒരു ആളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന. കാരണം എനിക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ 3 മാസം മുമ്പ് ഖത്തറിൽ എന്റെ ഒരു നമ്മുടെ ഒരു റെസ്റ്റോറന്റ് അവിടെ ഉണ്ട്. അവിടെ പോയിരിക്കുമ്പോൾ എന്റെ ഒരു പാർട്ട്ണറുടെ സുഹൃത്ത്, അവർക്ക് 9 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പൊ അത് 9 വർഷമായിട്ട് പല ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി അടുത്ത സമയത്ത് ജനിച്ചു. അപ്പൊ അവർ ഭയങ്കര ഹാപ്പി. ഞങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. കാരണം അവരുടെ ഒരു യങ് കപ്പിൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഖത്തറിൽ തന്നെ ജനിച്ചതാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നു, ആ കുട്ടിക്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് എന്തോ ഒരു സംഭവം, ഭയങ്കര ഒരു സർജറി, അങ്ങനെയൊക്കെ ഞാനിവിടെ ഉണ്ട്. ആ ഒരു സമയത്ത് ഈ കുട്ടിയുടെ പല പ്രശ്നങ്ങളും അവർ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തു, നമ്മുടെ ഒരു സുഹൃത്ത് ശിശുരോഗ വിദഗ്ധയാണല്ലോ. അങ്ങനെ ആ കുട്ടിയുടെ അമ്മയെടുത്ത് ഇങ്ങനെ ഒരു ഡോക്ടറെ കാര്യം ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്പറിൽ ദുബൈയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ദുബൈയിലേക്ക് വിളിച്ച് അവർ തന്നെ കുറെ റെഫറൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എക്സാക്ട്ലി ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണോ റെഫർ ചെയ്ത് അത് തന്നെ ഡോക്ടർ സൗമ്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാം. ഓരോ കുട്ടിയും, എനിക്കറിയാം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ആയാലും സൗമ്യയെ സംബന്ധിച്ച് ഓരോ കുട്ടിയും സ്വന്തം കുഞ്ഞാണ്. ആ സ്വന്തം കുഞ്ഞിന്റെ എന്തൊക്കെയാണോ അവരെ വെൽബീയിങ് എങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പുസ്തകം എഴുതുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാൻ. കാരണം ഒരു ഡോക്ടർ എന്ന നിലയിൽ സമൂഹത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ അതിലുപരി ആ സമൂഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ, ഡോക്ടർ എന്ന നിലയിൽ അല്ലാതുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ നാടിന് നല്ല കാര്യങ്ങളൊക്കെ വേണം എന്ന രീതിയിലൊക്കെ പല ചർച്ചയിലും കൂടെ ഉള്ള ഒരാളാണ്. അപ്പം സൗമ്യയുടെ ഈ പുസ്തകത്തിന് എനിക്കറിയാം ഒരുപാട് പേര് വായിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് വായിക്കേണ്ടതാണ് എന്നുള്ളത് ഞങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഒരു വലിയൊരു വിജയമാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ് സൗമ്യ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കായി സൗമ്യയുടെ ഗുരു സ്ഥാനീയനായ ഡോക്ടർ പുരുഷോത്തമനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട രമേശ്, ശ്രീജാനശ്വരി, എല്ലാം ഇതിന്റെ പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനൊക്കെ കുറെ സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയ ആ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച്
ആരോഗ്യ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എഴുതി തുടങ്ങി കുറച്ചൊക്കെ തുറന്നു വന്നതിന് ശേഷമാണ് പുതിയ തലമുറയിലെ ആളുകൾ അതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഉദ്യോഗം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ സൗമ്യ ഞങ്ങളെ പോലെ ഉള്ള ആളുകളിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയി ഇന്ന് ഇതിലും മെച്ചമായി എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കാര്യമായിട്ട് തന്നെ ഒരു പുസ്തകമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോ എല്ലാവരും പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിന്റെ പ്രിപ്പറേഷന്റെ കാലഘട്ടത്തിൽ ഞാൻ ഇതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എത്രയായാലും എല്ലാവർക്കും ഇത് സ്വീകാര്യമാവും. അതുമാതിരി തന്നെ ഒരുപാട് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും സെലക്ട് കൊടുക്കാനും ഒക്കെയുള്ള ഒരുപാട് അറിവുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. പീഡിയാട്രിക്സ് രംഗത്ത് കൊച്ചിയിലെ വളരെ അറിയപ്പെടുന്ന പേരാണ് ഡോക്ടർ ആനന്ദ കേശവന്റെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആശംസ അർപ്പിക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുക. ഡോക്ടർ ആനന്ദ കേശവൻ. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വളരെ പ്രിയങ്കരനായ ഡോക്ടർ രാജീവ് ജയദേവൻ ഞങ്ങളുടെയൊക്കെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒരു അഡ്വൈസറാണ്. ഏത് ആരോഗ്യ വിഷയങ്ങളായാലും ചർച്ചകളായാലും അത് ഏത് വിഷയം എന്നൊന്നുമില്ല. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഏത് വിഷയം വന്നാലും ആദ്യം വിളിക്കുന്ന പേരുകളിലൊന്നാണ് ഡോക്ടർ രാജീവ് ജയദേവൻ. ആശംസകൾ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. നിരവധി പേർ സംസാരിക്കും എന്ന വേദിയിൽ ചുരുക്കി പറയുന്നതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ സൗമ്യ സാറിൻ ഞാൻ ആദ്യമായി കാണുന്നത് ലൈവായിട്ട് ടെലിവിഷൻ ചാനലിലിരിക്കുമ്പോഴാണ്. ഇത്ര ഭംഗിയായിട്ടും കൃത്യതയോടെയും സംസാരിക്കുന്ന ഒരു വ്യക്തി ആണ് എന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അതിനുശേഷം ഉണ്ടായ സൗഹൃദമാണ് തമ്മിൽ കാണുന്നത്. ഒരുപക്ഷെ എന്നാണ് എങ്കിലും യാദൃശ്യമാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രങ്ങൾ വേണം, നല്ല വാഹനങ്ങൾ വേണം, ഉന്നത നിലവാരമുള്ള ഫോണുകൾ വേണം. ഇതെല്ലാം നമുക്ക് നിർബന്ധമാണ്. പക്ഷേ ഉന്നത നിലവാരമുള്ള ഇൻഫർമേഷൻ എത്ര പേർക്ക് നിർബന്ധമുണ്ട്? ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ എത്രയോ റിസർച്ചുകളാണ് നമ്മൾ നടക്കുന്നത്. റിസർച്ച് എന്നാണ് പറയുന്നത്, റിസർച്ചുമായി ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയും നിലവാരമില്ലാത്ത ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. സാക്ഷരതയിൽ അഭിമാനം കൊള്ളുമ്പോൾ സാക്ഷരത വായിക്കാനുള്ള കഴിവാണ്, ഡിസേണിംഗ് എബിലിറ്റിയാണ്. ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും അതിന് ദശാബ്ദങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് പല അഭിപ്രായങ്ങളും കേട്ടു. കുഞ്ഞിനത് ചെയ്യാമോ, കുഞ്ഞിനത് ചെയ്യാമോ? അപ്പൊ ആ ഒരു സ്പേസിലാണ് ഈ പുസ്തകം വന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സന്ദേശങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, പുസ്തകം വാങ്ങിക്കണം. രണ്ട്, മറ്റുള്ളവർ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അവരോട് ചോദിക്കണം, വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് യുവർ ഇൻഫർമേഷൻ? വാട്ട് ഇസ് ദി എവിഡൻസ്? ഡോക്ടർ രമേഷ് കുമാർ പറഞ്ഞു, വാട്ട് ഇസ് ദി എവിഡൻസ്? വാട്സാപ്പിൽ ആരെങ്കിലും അയച്ചൊരു വോയിസ് ക്ലിപ്പാണ് അതിന്റെ എവിഡൻസ് എങ്കിൽ നമ്മളത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശം. ഇപ്പോൾ പ്രധാനപ്പെട്ട ലിവർ കോൺഫറൻസ് കഴിഞ്ഞതേ ഉള്ളൂ, ഇന്നലെയായിരുന്നു. സന്ദേശങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ തന്ന സന്ദേശങ്ങൾ ഇതാണ്: കരളിനെ സംരക്ഷിക്കാൻ കുറുക്കു വഴികളില്ല. കുറുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ സ്പേസിൽ ഈ പുസ്തകം പുറത്തേക്ക് കൊണ്ടുവന്ന സൗമ്യയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ശ്രീ ഹൈബി പുസ്തക രചനയെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹം ക്വാളിറ്റി ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ പോയിന്റിൽ കൃത്യമായ ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരെ വിളിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ട്.
That's what makes him an effective leader. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ നമുക്ക് ഫോളോ ചെയ്യാം ആസ് നോൺ മെഡിക്കൽ പേഴ്സണൽ. ഈ ചടങ്ങിൽ വന്ന എല്ലാവർക്കും ആശംസകളും ക്ഷണിച്ചതിന് സൗമ്യയ്ക്കും ഡോക്ടർ സേരനും നന്ദിയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. പറയിപ്പിച്ചതായതുകൊണ്ടാണ് അതിന് മാറിയിരുന്നത്, നല്ല വാക്കൊക്കെ പറയിപ്പിച്ചത്. ഇനി അടുത്തത് ഇന്നത്തെ ദിവസത്തിന്റെ താരനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൗമ്യയാണ്. സൗമ്യക്ക് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ചിന്ത മുതൽ ഇന്ന് വരെയുള്ള ഈ ദിവസത്തെ കുറിച്ച് സൗമ്യക്ക് ഒരുപാട് പറയാനുണ്ടാവും. സൗമ്യയെ മറുവാക്കി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വേദിയും ഈ വേദിയിലിരിക്കുന്ന ആളുകളും അതിനേക്കാൾ ഉപരി എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ കുറെ കാലത്തെ അല്ലെങ്കിൽ കുറെ ദിവസത്തെ ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നത്തിന്റെ ഒരു എന്താ പറയാ ഫൈനൽ റൗണ്ടിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്ക് കുറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു വേദി ഞാൻ കുറെ സ്വപ്നം കണ്ടൊരു വേദിയാണ്. ചെറുപ്പത്തിലൊക്കെ എന്താവണം, നമ്മൾ എല്ലാവരും കേട്ടൊരു ചോദ്യമായിരിക്കും, വലുതാവുമ്പോ എന്താവണം എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളിൽ പോലും ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഡോക്ടർ ആവണം എന്നുള്ളത് എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു എന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനൊരു കാരണം എന്ന് പറയുന്നത് എന്റെ അമ്മ ഒരു LP സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടതും അല്ലെങ്കിൽ എന്റെ അമ്മ എന്നോട് ആവണം എന്ന് പറഞ്ഞതുമായിരുന്നു ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു. ഇന്ന് എന്റെ അമ്മ എന്റെ കൂടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്റെ അമ്മ ആയിരുന്നിരിക്കണം. അപ്പോ പക്ഷെ വളർന്നു വലുതായ സമയത്ത് ടീച്ചറല്ല ആയത്, ഒരു ഡോക്ടറാണ്. പക്ഷെ എങ്കിൽ പോലും ഈ പഠിപ്പിക്കുക, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അറിയുന്ന ഒരു അറിവ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇരട്ടിക്കും. അപ്പൊ നമ്മൾ എത്രത്തോളം കൂടുതൽ പേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്രത്തോളം ഇരട്ടിക്കും. അങ്ങനെയുള്ള ഒരു കഴിവ് നമ്മുടെ അറിവിലുണ്ട്, നമ്മുടെ വിദ്യക്കുണ്ട് എന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അറിയുന്ന കുട്ടികൾക്ക്, അതായത് അധികം പഠിക്കാൻ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. സോ ഇതെന്റെ മനസ്സിൽ എന്നുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എന്നും ഈ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആ കരിയർ ആദ്യം തുടങ്ങിയത് VK ദാസ് മെഡിക്കൽ കോളേജിലാണ്. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ വേറൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇവൻച്വലി 2018 സോഷ്യൽ മീഡിയ ഇന്നിപ്പോ നമ്മൾ കാണുന്ന അത്ര അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്തിട്ടില്ല. ഈ ഫേസ്ബുക്കിൽ ഒരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ, നമുക്ക് അറിയുന്ന ഡോക്ടർമാർക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡോക്ടർമാർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന പാരന്റ്സിന് അവർക്ക് പല കാര്യങ്ങളിലും അജ്ഞതയുണ്ട്. നിങ്ങൾക്ക് അറിയാം, സോഷ്യൽ മീഡിയയിൽ നല്ല ഇൻഫർമേഷനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് ഫേക്ക് ന്യൂസുകൾ. അത് തന്നെ വൈദ്യശാസ്ത്രങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ പടരുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ നമ്മൾ എത്ര വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര വാട്സ്ആപ്പ് ഫോർവേഡ് വോയിസ് മെസ്സേജുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കോവിഡിന്റെ സമയത്തൊക്കെ അതിന്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. അപ്പോ ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് എങ്ങനെയാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൂടെ ഞാൻ ചെറിയ ആദ്യം കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി, പിന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി, പിന്നെ ജനറൽ ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പൊതു വിഷയങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങി. അതിന് വലിയൊരു റെസ്പോൺസ് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഞാനൊരു 2023 വരെയൊക്കെ പോയി. അപ്പോഴാണ് വേറൊരു ചിന്ത മനസ്സിൽ വന്നത്. കാരണം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു, അത് അപ്പൊ കുറെ പേര് കേൾക്കുന്നു, കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. പിന്നെ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഡോക്ടർ അന്ന് അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി, ഇപ്പോ കുട്ടികളുടെ ഒരു വീസിങ് ആസ്മയെ പറ്റി ഡോക്ടർ ചെയ്ത ഒരു വീഡിയോന്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ചിലപ്പോൾ ലിങ്ക് ഉണ്ടായെന്ന് വരിക. അപ്പൊ അതിന്റെ റീപ്രൊഡ്യൂസബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനിപ്പോ ഈ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ എഴുതുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് കൂട്ടിവെച്ച് എപ്പോ വേണമെങ്കിലും നമുക്ക് നോക്കാൻ പറ്റുന്ന, പാരന്റ്സിന് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കായിട്ട്, അത് ഒരു ബുക്ക് എന്നല്ല കേട്ടോ. ഞാനിപ്പോ കുറച്ചു മുമ്പ് സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ എന്റെ മനസ്സിലൊരു 3-4 ബുക്കുകളുണ്ട്. അതിന്റെ ആദ്യത്തെ ബുക്കാണ്, രണ്ടാമത്തെ ബുക്ക് ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് നവജാത ശിശുക്കളെ പറ്റിയിട്ടാണ്. ഇപ്പൊ ശ്രീജ പറഞ്ഞില്ലേ, അതിന്റെ അശ്വതി പറഞ്ഞ പോലെ കണ്ണെഴുതാൻ പറ്റുമോ, പൗഡർ ഇടാൻ പറ്റുമോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഒരു നവജാത ശിശു ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ തേനും മയമ്പും കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ, പല തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ സംരംഭമാണ് ഈ ഒരു ബുക്ക്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ
തെരഞ്ഞെടുത്തു, അതായത് കുട്ടികളെ ഞങ്ങളുടെ അല്ലെങ്കിൽ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടികൾ ഓക്കെ ആണോ, ഈ ഒരു വിഷയം അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനിച്ച മുതൽ 18 വയസ്സ് വരെ, ഞങ്ങൾ പീഡിയാട്രിക്സ് ഡോക്ടർമാർ 18 വയസ്സ് വരെ നോക്കും. 18 വയസ്സ് വരെയാണ് കുട്ടികളുടെ ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് ഒരു കുട്ടി ഇന്ന് ഞങ്ങളുടെ അടുത്ത് വരുന്ന പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. ഇപ്പൊ ഇവിടെയുള്ള പീഡിയാട്രിഷ്യൻസിന് അറിയാം, നിങ്ങളൊരു കുട്ടി വന്ന് അവരെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധിക പാരന്റ്സും കുട്ടിയുടെ ഡയഗ്നോസിസ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരും. ഡോക്ടർ ഇതാണ് പ്രശ്നം, ഓക്കെ. ചില പാരന്റ്സ് നിങ്ങൾക്ക് വന്ന് മരുന്ന് പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഷാർജയിലാണ്. പല സന്ദർഭങ്ങളിലും പലരും എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഡോക്ടർ ഓഗ്മെന്റൻ എഴുതിയാൽ മതി ആന്റിബയോട്ടിക്. ഇങ്ങോട്ട് പറയും ഏത് ബ്രാൻഡ് എഴുതണം, ഏത് മരുന്ന് എഴുതണം എന്ന് വരെ ഇന്ന് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന പാരന്റ്സിന്റെ ഒരു കാലഘട്ടമാണ്. കാരണം അവരിത് കംപ്ലീറ്റ് ഗൂഗിൾ ചെയ്ത് പഠിച്ചിട്ടാണ് വരുന്നത്. ഈ സിംറ്റംസ് ഒക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പറഞ്ഞു തരും ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് ഈ കുട്ടിക്ക് അസുഖങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവരുടെ മനസ്സിൽ കൃത്യമായിട്ട് ഇന്നതായിരിക്കാം അസുഖമെന്നും ഇതിന് ഇന്നതാണ് ട്രീറ്റ്മെന്റ് എന്നും ചില സമയത്ത് ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മരുന്ന് വേണ്ട ഡോക്ടറെ എന്ന് ഇങ്ങോട്ട് പറയുന്ന പാരന്റ്സ് ആണ്. എന്നാൽ ഇതേ പാരന്റ്സിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് എത്ര തൂക്കം വേണം, നിങ്ങളുടെ കുട്ടിക്ക് 3 വയസ്സിൽ എത്ര തൂക്കം വേണം, എത്ര ഉയരം വേണം, നിങ്ങളുടെ കുട്ടി എപ്പം മുതൽ പാല് മുട്ടയൊക്കെ കഴിച്ചു തുടങ്ങണം, ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ എന്ന് തോന്നും. നിങ്ങളുടെ കുട്ടി എപ്പോ അമ്മേനെ വിളിച്ചു തുടങ്ങണം, നിങ്ങളുടെ കുട്ടി എപ്പോ ഒരു വാചകം, ഒരു ചെറിയ വാചകം, എനിക്ക് അവിടെ പോകണം, എനിക്കിത് വേണം എന്നുള്ള കുഞ്ഞി വാചകം എപ്പോ പറഞ്ഞു തുടങ്ങണം എന്ന് ഇതേ പാരന്റ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% പാരന്റ്സിനും ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയോ, ഒരു കുഞ്ഞിനൊരു അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു കഫക്കെട്ടായിട്ട് ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു ട്രീറ്റ് ചെയ്യാം, ഇനി ഒരു ന്യൂമോണിയ ആണെങ്കിലും ട്രീറ്റ് ചെയ്യാം. എന്നാൽ ഇതേ കുട്ടി തന്നെ ഞങ്ങളുടെ അടുത്ത് വരികയാണ്, കുട്ടി നടക്കുന്നില്ല, കുട്ടിക്ക് ഒരു 3 വയസ്സായി 4 വയസ്സായി, കുട്ടി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഒരു ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഗോൾഡൻ പീരീഡ് നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ഒരു കുട്ടി ഒരു 1.25 വയസ്സാകുമ്പോഴേക്കും നടന്നു തുടങ്ങണം, 1.5 വയസ്സുള്ള കുട്ടി ഓടി തുടങ്ങണം, പടികൾ കയറി തുടങ്ങണം. ചിലപ്പോ ഈ അച്ഛനും അമ്മയ്ക്കും എന്റെ കുട്ടി ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവാൻ തന്നെ 3 വയസ്സും 4 വയസ്സൊക്കെ ആവുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോ ഇതിന്റെ കാരണം മനസ്സിലാക്കാനും നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ, അതായത് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ആണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചികിത്സ. അത് പക്ഷേ ഈ ഏർലി എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവിടെ മിസ്സാവുകയാണ്. കാര്യം ഇത് മനസ്സിലാക്കാൻ തന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തണമല്ലോ. അതിനേക്കാൾ വലിയ തമാശയാണ് കുട്ടി സംസാരിക്കുന്നില്ല. ഇപ്പൊ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കാണുന്ന പ്രശ്നം അതാണ്, സോഷ്യലൈസേഷൻ. കുട്ടികളെ മനുഷ്യന്മാരെ കാണാത്തൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോയത്. സോഷ്യലൈസേഷൻ കുട്ടികൾ പറഞ്ഞുകൊണ്ട് തന്നെ സ്പീച്ച് ഡിലേ. അതിനും നമ്മുടെ നാട്ടില് ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട് പാലക്കാട്ടിലൊക്കെ, പല്ലും ചൊല്ലും വൈകി വരണം. അത്ര പല്ലും ചൊല്ലും വൈകി വരണം. അതായത് പല്ല് വൈകി വരുന്നതും കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നതും എന്ന വലിയ ബുദ്ധിശക്തിയുടെ ഒരു ഇതാണെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ അഭിമാനത്തോടു കൂടി പല അച്ഛന്മാരും പറയുന്നത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, അത് അവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. അത് ബുദ്ധിയുടെ ഒരു ഇതാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ എന്ത് ചെയ്യാനും അത് നടക്കാൻ, ഓടാൻ, കൈകൊണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് രമേശ് സാറ് പറഞ്ഞ പോലെ കൈകൊണ്ട് ഇപ്പൊ പിൻസർഗ്രാഫ്സ് 9 മാസം എന്താണ് പിൻസർഗ്രാഫ്സ്, ഞെണ്ട് പിടിക്കുന്ന പോലെ. ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞിക്കുരു കിടക്കുന്നുണ്ട് വയ്ക്കുക, ഇത് ഈ 2 വിരലുകൊണ്ട് ഇങ്ങനെ എടുക്കില്ലേ, നമ്മളിങ്ങനെ എടുക്കുക, അതിനാണ് പിൻസർഗ്രാഫ്സ് എന്ന് പറയുക. അതായത് ഒരു ഞെണ്ട് എടുക്കുന്ന പോലെ. ഇതൊരു കുട്ടിക്ക് ഒരു 9 മുതൽ 10 മാസത്തിനുള്ളിൽ വരണം. നിങ്ങളുടെ കുഞ്ഞി ഉറുമ്പിനെയൊക്കെ പിടിക്കാൻ പോയില്ലേ കുട്ടികൾ 9 മാസം 10 മാസമൊക്കെ, അത് ആ സമയത്ത് അവർ ചെയ്യേണ്ട ഒരു ഡെവലപ്മെന്റ് ആണ്. പക്ഷെ ഇത് ചെയ്യാത്തൊരു കുട്ടിയെ അത് നമുക്ക് എന്റെ അടുത്ത് വന്ന്, എന്റെ അടുത്തല്ല എല്ലാ പീഡിയാട്രിഷ്യൻസിന്റെ അടുത്ത് വന്ന് 3 വയസ്സിന് 4 വയസ്സിന് വന്ന് പറയും, ഡോക്ടറെ കുട്ടി ഒരു വസ്തു ചവയ്ക്കുന്നില്ല, എന്ത് കൊടുത്താലും തുപ്പുകയാണ്, ഒന്നും ചവയ്ക്കുന്നില്ല, വിഴുങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഞങ്ങൾ ഹിസ്റ്ററി എടുക്കും, അതായത് ഡയറ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും എപ്പോഴാണ് കുട്ടിക്ക് ഇപ്പൊ എന്താ കൊടുക്കണം. ഞാനൊരു 2-3 വയസ്സ് വരെ എല്ലാം മിക്സിയിൽ അടിച്ച് നല്ല പരുവമാക്കി പൾപ്പാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ മിക്സിയിൽ അടിച്ച് പൾപ്പാക്കി കൊടുക്കുന്ന കുട്ടിക്ക് ചവയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ വായിൽ എന്തെങ്കിലും മിക്സിയിൽ അടിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചവച്ചു കഴിക്കുമോ? നമ്മളത് വിഴുങ്ങുകയുള്ളൂ അല്ലെ? അങ്ങനെ ശീലിപ്പിച്ചൊരു കുട്ടി എങ്ങനെയാണ് 3 വയസ്സാകുമ്പോൾ തന്നെ ചവച്ചു തുടങ്ങാൻ? ഒരിക്കലുമില്ല. ഒരു 8 വയസ്സ് കുട്ടികൾക്ക് പല്ല് വന്ന് തുടങ്ങി, ഒരു 8 വയസ്സ് 8 മാസം 9 മാസമൊക്കെ ആവുമ്പോ നിങ്ങൾ അവരുടെ വായിൽ കൈയിട്ട് നോക്കിയിട്ടുണ്ടോ? നല്ല കടി കിട്ടും അല്ലെ? അതെന്തുകൊണ്ടാ? അവർക്ക് ആ ചൂ ചെയ്യാനുള്ള ആ ഒരു ത്വര കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ സെമി സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ അവർക്ക് ചൂ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞ് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ശീലിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ പാരന്റ്സിനെ, ഇന്നത്തെ പാരന്റ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ എല്ലാവർക്കും തിരക്കാണ്, ജോലിയാണ്, 2 പേരും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പലർക്കും ഇത് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ബുക്കില് അസുഖങ്ങളൊക്കെ അവിടെ മാറി നിൽക്കട്ടെ, നിങ്ങളുടെ കുട്ടി നോർമലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോ ഗ്രോത്ത് എങ്ങനെ തൂക്കം വെക്കണം, എത്ര ഉയരം വെക്കണം,
ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ, ന്യൂട്രീഷൻ, ഓരോ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇമ്മ്യൂണൈസേഷൻ ഇന്നത്തെ വേറൊരു വലിയ ടോപ്പിക്കാണ്. അത് ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊണ്ടവീക്കം, കണ്ടമുള്ള എന്നൊക്കെ പറയുന്ന ഡിഫ്തീരിയൊക്കെ ഞങ്ങളൊന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും ഒരു കേസ് കണ്ടിട്ടില്ല. കാരണം അന്ന് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ വാക്സിനേഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ബുദ്ധി കൂടിക്കൊണ്ടുപോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാക്സിൻ വിരുദ്ധർ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് പല അച്ഛനമ്മമാർക്കും ഇതിനെപ്പറ്റി വളരെയധികം കൺഫ്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പേടി കാരണം പലരും ഈ വാക്സിനേഷൻസ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി എന്ന് വിചാരിച്ച പല അസുഖങ്ങളും ഇത് തിരിച്ചു വരികയാണ്. അഞ്ചാം പനി, കണ്ടവീക്കം, തൊണ്ടമുള്ള, ഈ ഡിഫ്തീരിയുടെ ഒക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കുട്ടികൾ മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും വായിച്ചതാണ് കോഴിക്കോടൊക്കെ. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ തിരഞ്ഞെടുത്തത്. സോ ഇത് പാരന്റ്സിന് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. പിന്നെ ഇത്രയുമാണ് ബുക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി എനിക്ക് കുറച്ച് പേരുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ പോലും അത് ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇത് നിർത്താനോ സാധിക്കില്ല. അതിനെനിക്ക് ആദ്യം തന്നെ താങ്ക് യു പറയേണ്ടത് DC ബുക്സിനോടാണ്. DC ബുക്സിന്റെ പ്രതിനിധിയായിട്ട് ദീപ്തി ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ദീപ്തിയുടെ ക്ഷമയോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ കുത്തും കോപയും പുള്ളിയും ഇങ്ങനെ ദീപ്തിനെ വിളിച്ചിട്ട് ഇതിന്റെ എഡിറ്റിംഗിന്റെ സമയത്ത് ഞാൻ കോട്ടയത്ത് പോയിരുന്ന് DC ബുക്സിന്റെ അവിടെ പോയിരുന്ന് ദീപ്തിയെ കൊണ്ട്, പക്ഷെ ഒരു വിഷമങ്ങളും ഇല്ലാതെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കേട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ, ബുക്കിന്റെ കവർ അടക്കം അതിന്റെ എഴുത്തടക്കം ഞാൻ എങ്ങനെയാണോ എന്റെ ബുക്ക് വേണമെന്ന് ആഗ്രഹിച്ചത് അത് അതേപോലെ എന്റെ കയ്യിലേക്ക് തന്ന DC ബുക്സിനും ദീപ്തിക്കും രവി സാറിനും, പ്രത്യേകിച്ച് രവി സാറിന് ഇവിടെ വന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, ഞാൻ ആദ്യം എന്റെ ബുക്കിൽ എന്നെ സഹായിച്ച ആളുകളെയാണ്. പുരുഷോത്തമൻ സാർ, എനിക്ക് സാർ കുറച്ചും ഇവിടെ പറഞ്ഞു സാർ ചെറിയ രീതിയിലൊക്കെ എന്റെ ബുക്കിനെ സഹായിച്ചത്. ഒരിക്കലും അല്ല, ചെറിയ രീതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതിയത് ഒരു നോവലോ ചെറുകഥയോ ഒന്നുമല്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി വായിച്ച് നന്നായോ മോശമായോ എന്ന് പറയാനേ പറ്റൂ. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ എഴുതിയത് മെഡിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ശിശുരോധ വ്യക്തിയൊന്നുമല്ല. എന്നേക്കാൾ സീനിയർ ആയിട്ട് രമേശ് സാറെ പോലെ, പുരുഷോത്തമൻ സാറെ പോലെ എന്നൊക്കെ ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്ന എത്രയോ ഡോക്ടർമാര്, അത്രയും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ബുക്ക് എഴുതുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോസിന് വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനിപ്പോ എന്റെ വിഭാഗത്തിലല്ലാത്ത ഒരു ടോക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ ഒരു കാർഡിയോളജിയാണ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയുന്ന കാർഡിയോളജിസ്റ്റിനോടൊക്കെ വിളിച്ച് ചോദിക്കും. ഞാൻ രാജചേതൻ സാറെ ഗ്യാസ്ട്രോന്റെ കാര്യങ്ങൾ ഞാൻ സാറെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ അതിന്റെ എക്സ്പേർട്ട് അല്ല. ഇപ്പൊ ഞാൻ അതിനൊരു ടോക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള എറേഴ്സ് വരരുത്. അതാണ് നമ്മുടെ ആധികാരികത. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു തെറ്റായ ഇൻഫർമേഷൻ ആർക്കും പോകരുത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എക്സ്പേർട്ടുകളെ ഞാൻ എപ്പോഴും കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്റെ ബുക്ക് എഴുതുമ്പോഴും എനിക്ക് അത് വായിച്ച് എനിക്ക് തിരുത്താൻ ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ ആദ്യം വന്ന പേര് പുരുഷോത്തമൻ സാറിന്റെ പേരാണ്. കാരണം സാർ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. സാർക്ക് എന്തിനും ഏതിനും സാർക്ക് കാരണങ്ങളുണ്ട്. എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സാർ സംസാരിക്കാറുണ്ട്. തെറ്റ് കണ്ടാൽ സാർ തെറ്റ് എന്ന് തന്നെ പറയാറുണ്ട്. സോ സത്യത്തിൽ ആ ബുക്കിന്റെ സാർ എഡിറ്റിംഗ് മാത്രമല്ല ചെയ്തത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന് എനിക്ക് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മലയാളം പദം ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. അപ്പൊ ഞാൻ ബുദ്ധി വികാസം എന്ന് എഴുതി മലയാളത്തിൽ. ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷിലാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതിനെ മലയാളത്തിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ബുദ്ധി വികാസം എന്ന് എഴുതി വെച്ചു. അപ്പൊ സാറ് എന്റെ അടുത്ത്, സാറൊക്കെ എനിക്ക് വോയിസ് അയക്കാം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. സാർ പറഞ്ഞു, സൗമ്യ ബുദ്ധി വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു കംപ്ലീഷൻ വന്നില്ല, നമുക്ക് ബുദ്ധി നൈപുണ്യ വികാസം എന്ന് എഴുതാം. ബുദ്ധി നൈപുണ്യ വികാസം. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിയാണല്ലോ, അതാണല്ലോ അതിന്റെ ആക്ട് വേർഡ്. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എഴുതിയതിലെ തെറ്റോ ശരിയോ അല്ല, അതിലെ ഓരോ വാക്കുകളും സാറ് അങ്ങനെ വായിച്ച് എനിക്ക് ആ ബുക്ക്, കാര്യം ഞാനൊക്കെ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സും, അതേപോലെ അതിനേക്കാൾ കൂടുതൽ സാർ ആ ബുക്കിലെ ഓരോ വരികളും വായിച്ച് എന്നെ തിരുത്തിയിട്ടുണ്ട്. സാറ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മുൻ HOD ആണ്, ശിശുരോഗ വിഭാഗം. ഇപ്പൊ സാർ MBS മെഡിക്കൽ കോളേജിലെ HOD ആണ്. സോ എനിക്ക് സാറിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം സാറിന്റെ സമയമാണ് സാർ എനിക്ക് തന്നത്. താങ്ക് യു. പിന്നെ സുൽഫി സാറാണ്. സുൽഫി സാറിന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. സാറും എന്നും നമുക്കൊരു ഗൈഡൻസ് ആണ്. അപ്പൊ സാറേയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഈ ബുക്കിന്റെ
മെഡിക്കൽ ആയിട്ടുള്ള നോൺ മെഡിക്കോസ് ആയിട്ടുള്ള കുറച്ച് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബുക്കിൽ ഞാൻ കുറെ ചിത്രങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി വരപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപ്തി ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ദീപ്തി പറഞ്ഞു, നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ പല ടെക്നിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ചിലപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ നമുക്കത് വരപ്പിച്ചാൽ എന്താ, എന്നാൽ പിന്നെ ആർക്കും ഒരു കോപ്പിറൈറ്റും ഇല്ലല്ലോ, നമ്മുടെ സ്വന്തം വരെയാണ്. അങ്ങനെ എന്നെ അതിനെ സഹായിച്ചത് റിയാസ് അലിയാണ്. റിയാസിന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. റിയാസ് അലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നെ അതിനെ സഹായിച്ചത്. ഞാൻ റിയാസിനെ ഇവിടെ ഓർക്കുകയാണ്. അതുപോലെ ഈ ബുക്കിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു കൊച്ചു പയ്യനാണ്, സിദ്ദിഖ്. ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ എപ്പോഴും ഞങ്ങളുടെ നെടുന്തൂണായി ഞങ്ങളുടെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചിരുന്ന ആളാണ് സിദ്ദിഖ് അലനൂർ എന്നാണ് അവന്റെ പേര്. അവനാണ് ആ കവർ ഡിസൈൻ, ഞാനും വേറെ ഒരു കൊച്ചു പെൺകുട്ടിയും കൂടി ചിരിച്ചിരിക്കുന്ന കവർ ഡിസൈൻ ചെയ്തത് അവനാണ്. അതുപോലെ ഈ ഫോട്ടോ, ഈ ഞങ്ങൾ രണ്ടുപേര് ഫോട്ടോ എടുക്കുന്നത് റഹീസ് സനി. അതുപോലെ തന്നെ ആ കൊച്ചു മോള് സൈനബ് എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഷാർജ വെച്ചിട്ടാണ്. സൈനബ് എന്റെ ഒരു അടുത്ത സുഹൃത്ത്, ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് അജാസിന്റെ മോളാണ്. അപ്പൊ അവളെ സ്കൂള് വിട്ട് ഓടി, ഡ്രസ്സ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഓടി വന്നിട്ടാണ് എനിക്ക് ആ ഫോട്ടോ, അത്രയും ക്യൂട്ട് ആയിട്ടുള്ള ആ ഫോട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് നിന്ന് തന്നത്. അപ്പോൾ ഞാൻ സൈനബിനെ ഞാനിവിടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ ഫാമിലി ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാലോ, ആ ഒരു രണ്ട് തൂണുകളില്ലാതെ നമുക്ക് എന്തും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, എന്റെ അനിയന്റെ ഫാമിലി ഉണ്ട്, സരിൻ, എന്റെ മോള് സ്വാതിക, പാപ്പു എന്നാണ് ഞങ്ങൾ വിളിക്കാം. പാപ്പുവിനെ പ്രത്യേകിച്ച് എനിക്ക് ഇതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്ക് മടി നമ്മുടെയൊക്കെ കൂടപ്പുറപ്പാണല്ലോ. അപ്പൊ ഇടയ്ക്കൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് സ്ലോ ആവും. അപ്പോ ഞാൻ അവളുടെ അടുത്ത് പഠിക്കാൻ പറയുന്ന സമയത്ത് അവളുടെ അടുത്ത് അപ്പൊ പറയുന്നത് തിരിച്ച്, അമ്മ ആദ്യം നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യും, അമ്മ ആദ്യം നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കുത്തി ആ ബുക്ക് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചതിൽ വലിയൊരു പങ്ക്, അതായത് വേഗം കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചതിൽ വലിയൊരു പങ്ക് എന്റെ മോൾക്കുണ്ട്. സോ ബാബുവിനെ ഞാനിവിടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ്, അതിലിനി ഒരാളെ എനിക്ക് പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട്, ചെറിയൊരു കൂട്ടായ്മ. എന്തിനും ഏതിനും നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ആവേശ കമ്മിറ്റി എപ്പോഴും ഞങ്ങൾക്കുണ്ട്. അതെനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും. അപ്പൊ ഈ ഒരു ബുക്കിന്റെ റിലീസിനും അവരിൽ അധിക ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ അവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിൽ തന്നെ എനിക്ക് പ്രത്യേകം പറയേണ്ട പേരാണ് സുധീർ മോഹന്റെ പേര്. കാരണം സുധീറാണ് എനിക്ക് ഇവിടെ, കൊച്ചിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ കൊച്ചിയിൽ എവിടെ വന്നാലും സുധീറാണ് എന്റെ സാരഥി. എങ്ങോട്ട് പോകാനും എന്ത് ചെയ്യാനും ഈ ഹോള് വന്ന് കണ്ടതും ബുക്ക് ചെയ്തതും ഒക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ്. അപ്പൊ സുധീറിന്റെ പേര് പറയാതെ എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കേട്ടു. പിന്നെ മുരളിച്ചേട്ടൻ, ഞങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠനായിട്ട് ഞങ്ങളെ കണക്കാക്കുന്ന മുരളി കുമാരൂടി, മുരളിച്ചേട്ടന് വേണ്ടി ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മാർഗദീപമാണ്, അല്ലെ? ഞങ്ങളുടെയൊക്കെ ഒരു മൂത്ത ഏട്ടനാണ്, ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു വലിയേട്ടനാണ്. സോ ഈ ബുക്ക് എഴുതാൻ മുരളിച്ചേട്ടന്റെ ചേട്ടനും വൈഫും വന്നിട്ടുണ്ട്. വളരെ സന്തോഷം, ഒരു റെപ്രസെന്റേറ്റീവ്സ് എന്ന രീതിയിൽ. പക്ഷെ ഈ ഒരു ബുക്ക് ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് മുരളിച്ചേട്ടനെയാണ്. മുരളിച്ചേട്ടനാണ് എനിക്കിതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തന്നത്. ഇനി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഈ വേദിയിലിരിക്കുന്ന ഓരോ ആളുകളോടാണ്. അതിൽ ആദ്യം തന്നെ ഹൈബിയോടാണ്. ഹൈബി പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കാനുള്ള വഴികളില്ല, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. പക്ഷെ നേരിട്ട് ഇൻ പേഴ്സൺ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. പക്ഷെ ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഹൈബിയെ വിളിച്ച സമയത്ത് എനിക്ക് ഒരു സങ്കോചമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു MP എന്ന് പറയുമ്പോൾ എത്ര തിരക്കലായിരിക്കും. അപ്പൊ ഒരു പരിപാടിക്ക് വിളിച്ച് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതിൽ പരം ഞാൻ ഹൈബിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം 3-ാം തീയതിയാണ് ആദ്യത്തെ പരിപാടി സെറ്റ് ചെയ്തത്, അത് പോസ്റ്റ്പോൺ ആയി. എനിക്ക് അപ്പൊ ആദ്യം വെച്ച വെന്യൂ ഈ ദിവസത്തേക്ക് അവൈലബിൾ അല്ല. എനിക്കിവിടെ കൊച്ചിയില് ഞാൻ ആകെ ഹൈബിയോട് വെച്ചു, ഏതായിരിക്കും ഞാൻ വെന്യൂ, എവിടെ വേണം. അപ്പൊ ഹൈബിയാണ് സത്യത്തിൽ ഈ IMA ഹൗസ്, ഇവിടെ പോയി നോക്കാൻ ഞാൻ അവിടേക്ക് വിളിച്ചു പറയാം. പല കാര്യങ്ങൾക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ ഹൈബിയോടെ എനിക്ക് ഫോർമാലിറ്റി ആയിട്ട് പറയുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുപോലെ എനിക്കിന്ന് വേറൊരു സന്തോഷം കൂടിയുണ്ട്. ഹൈബിയുടെ വൈഫ് അന്ന, ഞങ്ങൾ തമ്മിൽ വളരെ പഴയ ഒരു ബന്ധമുണ്ട്. ഞങ്ങള് 15 വയസ്സിലാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവുക, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഇന്നാണ് കാണുന്നത്. അന്നയും ഈ പറഞ്ഞ പോലെ ഹൈബിയുടെ വൈഫായതിനു ശേഷം ഞാനിങ്ങനെ കാണുന്നുണ്ട്. അന്നയാണെന്ന് അറിയാം, അന്ന എന്നെയും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ ബന്ധം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കുറച്ച് കലാപരമായ അസ്കതകൾ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്, സ്കൂൾ പഠിക്കുന്ന സമയത്ത്. ഈ കലോത്സവത്തിന് അന്നത്തെ ഒരു ട്രെൻഡാണല്ലോ ഞങ്ങളുടെയൊക്കെ ഹൈസ്കൂൾ കാലഘട്ടം. അപ്പോ ചാക്യാർ കൂത്ത് പഠിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ
ഗുരുവിന്റെ അടുത്താണ്, പൈങ്കുളം നാരായണ ചാക്യാരുടെ അടുത്ത് ഞങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്നിട്ടുണ്ട്. അതായത് അവിടെ ചാക്യാന്മാരുടെ ഭാഷ പഠിക്കാൻ നമ്മൾ അവരുടെ കൂടെ താമസിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഓർമ്മ, അന്നയ്ക്ക് ഈ ഭാഷ പഠിക്കാൻ ചില്ലറയല്ല, കാര്യം അത് നമ്പൂതിരി ഭാഷയല്ല, അവരുടെ സ്പെസിഫിക് ഭാഷയാണ്. അന്നയുടെ ഭാഷ കോട്ടയം ഭാഷ നമ്മൾ മാറ്റിയെടുക്കാൻ ചാക്യാർ പഠിച്ച പണി 18 നോക്കിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന എന്നാലും എന്താ വെച്ചാൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ അന്നയും അന്നയുടെ അച്ഛനാണ് അന്നയുടെ കൂടെ ഉണ്ടാവാറുള്ളത്, ഞാനും എന്റെ അച്ഛനുമായിരിക്കും. അപ്പൊ ഈ അച്ഛന്മാർ തമ്മിൽ എപ്പോഴും നല്ല ക്ലോസ് ആയിരിക്കും, കാര്യം ഞങ്ങളുടെ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണല്ലോ. അപ്പൊ അങ്ങനെ അന്നയും ഞാനും തമ്മിലൊരു, അന്ന് നമ്മുടെ കൂടെ കാവ്യമാധവനും ഉണ്ടായിരുന്നു, നടിയായിട്ടുള്ള കാവ്യമാധവൻ. ഞങ്ങൾ 3 പേരുമായിരുന്നു ആക്ച്വലി ഒരുമിച്ച് ഉണ്ടായിരുന്നത്. സോ അതും ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പൊ അന്നയും കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ രമേശ് സാറ് ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഡോക്ടേഴ്സിന്റെ ഇടയിൽ വളരെ സീനിയർ ആയി പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് സാറെ പോലെ നാഷണൽ ലെവലിലൊക്കെ ഒരു പൊസിഷനിൽ ഇരുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ താഴെയുള്ള, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണത്, താഴെയുള്ള ഡോക്ടർമാരെ അത്ര ഒരു മൈൻഡും കാര്യമൊന്നും നമ്മൾ സാധാരണ കാണാറില്ല, അവർ അത്ര ഫ്രണ്ട്ലി ആവാറില്ല. പക്ഷെ സാറെ എന്ത് കാര്യത്തിന് എപ്പോ വിളിച്ചാലും, ഇപ്പൊ പുരുഷോത്തമൻ സാറെ പോലെ തന്നെയാണ്, നമ്മളോട് ഒരു ഈക്വൽ ആയിട്ടുള്ള ആളോട് എങ്ങനെയാണോ പെരുമാറുക ആ രീതിയിലാണ് സാർ എപ്പോഴും പെരുമാറുക. ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴും അത്രയും ഒരു മറുവാക്കും പറയാതെ സാറ് അതിന് ഓക്കെ പറഞ്ഞു. സോ അതുകൊണ്ടും തന്നെ എനിക്ക് സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടനോട് എനിക്ക് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷെ സുരേഷ് ഏട്ടൻ ഇന്ന് വയനാട്ടിലേക്ക് അർജന്റായി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ നിന്നത്, എനിക്കറിയാം. അപ്പോ അതുകൊണ്ട് സുരേഷ് ഏട്ടനും ഞാൻ നന്ദി പറയുകയാണ്. ചേച്ചിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അശ്വതിയുടെ കാര്യം പറയുമ്പോൾ, അശ്വതി ഞാൻ ആദ്യമായിട്ട് കാണാനുള്ളൂ, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആരെയാണ് പുസ്തക പരിചയത്തിന് വേണ്ടത്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഡിസ്കഷനിൽ ഫസ്റ്റ് വന്ന പേര്, എല്ലാവരും സജസ്റ്റ് ചെയ്ത പേര് അശ്വതിയുടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോ ഒരു സെലിബ്രിറ്റീനെ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വിളിച്ച് സംസാരിക്കേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, എനിക്കതിന്റെ ഒരു രീതി അറിയില്ല. അപ്പൊ ഞാൻ അശ്വതിയെ വിളിച്ചിട്ട് ഞാൻ ആദ്യം മെസ്സേജ് ചെയ്തു, അശ്വതി എന്താണ് വേണ്ട വെച്ചാൽ പറയണം കേട്ടോ, കാര്യം എനിക്ക് അറിയില്ല, ഞാനത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോ അതുപോലെ ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു, അശ്വതിക്ക് എന്താ വേണ്ട വെച്ചാൽ നമ്മളെ ആ സൗകര്യങ്ങൾ എന്നോട് പറയണം. പക്ഷെ അശ്വതി എപ്പോഴും എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഡോക്ടർ ഒന്നും വേണ്ട, ഒരു ഫോർമാലിറ്റി ആവശ്യമില്ല, ഞാൻ അവിടെ സമയത്തിന് എത്തിക്കോളാം. ഞാനൊരു കാറ് പോലും അശ്വതിക്ക് അയച്ചിട്ടില്ല, അശ്വതിക്ക് ഇവിടെ വരേണ്ട ആവശ്യവുമില്ല. എന്നിട്ട് പോലും അശ്വതി ഇവിടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സ്വന്തം, അതായത് അശ്വതിയെ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാള് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്, എന്റെ ആദ്യത്തെ അനുഭവമാണ്. സോ അതുകൊണ്ട് താങ്ക്സ് അലോട്ട്. ഇനി എനിക്ക് പറയാനുള്ളത് സ്വന്തം ശ്രീജ ശ്യാമിനാണ്. ശ്രീജയുടെ കാര്യവും ഈ പറഞ്ഞ പോലെ എന്റെ വളരെ കുറച്ച് സുഹൃത്തുക്കളിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശ്രീജയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആങ്കർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പരിപാടിക്ക്, കാര്യം ശ്രീജ അത്രയും ഒരു പല മാധ്യമ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നിൽക്കുന്ന ആളാണ്. അപ്പൊ ശ്രീജയെ എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ശ്രീജ ഈ ഒരു പരിപാടിയുടെ ആങ്കർ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത്. പരിപാടിയുടെ കാര്യത്തെ പറ്റി ഒന്നും ബേജാറാവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതിനേക്കാൾ ഉപരി ഇപ്പൊ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി, ശ്രീജയുടെ മോന് കടുത്ത പനിയായിട്ട്, അവന് 2 ദിവസമായിട്ട് ഒട്ടും വയ്യ. പക്ഷെ എനിക്ക് തന്നെ ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും മോനെ അവിടെ ഇട്ടിട്ട് ശ്രീജ വരിക പരിപാടിക്ക് എന്നുള്ളത്. പക്ഷെ ശ്രീജ അതെല്ലാം മാനേജ് ചെയ്ത് ഈ ഒരു എന്നോടുള്ളൊരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഇവിടെ വന്നത്. എല്ലാം സൗഹൃദത്തിന്റെ പേരിലാണ്. അപ്പൊ ആ ഒരു സൗഹൃദത്തെ ഞാൻ അത്ര കണ്ട് ബഹുമാനിക്കുന്നു, അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാജീവ് ജയദേവ് സാർ, അനിലകേശവൻ സാർ പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് പോയിട്ടുണ്ട്, സിജുവേട്ടൻ, കിഷോർ സാർ, അങ്ങനെ ഡോക്ടർമാരായിട്ടുള്ള പലരും എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരോട് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ അവൈറ്റിസില് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്ത ആശുപത്രിയാണ് നെന്മാറയിൽ അവൈറ്റിസ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഡോക്ടർ ശങ്കർ, ഡോക്ടർ ടോണി, ഡോക്ടർ ജിതിൻ വന്നിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഡോക്ടർ ടോണി വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. സുജയെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. സോ ഡോക്ടർ ഫാമിലിയിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടില്ല എല്ലാം. ഡോക്ടർ തോമസിനെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് തോന്നുന്നത്, അല്ലെ? യെസ്. ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആണ്, ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു. ഞാൻ ആക്ച്വലി ചിലപ്പോൾ പോയി കേട്ടോ. തോമസ് എനിക്ക് ഡയറക്റ്റ്ലി അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് തോമസ് ഒരു ഓഥറാണ്, ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെ അറിയാം, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആണ്. ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ഞാൻ തോമസിന് അയച്ചത്. ബട്ട് ഹി റിപ്ലൈ മീ ലൈക്ക് ഞാൻ വരും, ഞാൻ അവിടെ ഉണ്ടാവും. ജംഷി
അഖിൽ, ആദിൽ, ജംഷി സരിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. അതുവഴി ആക്ച്വലി എനിക്ക് കിട്ടിയ പല സൗഹൃദങ്ങളും സരിൻ വഴി കിട്ടിയ സൗഹൃദങ്ങളാണ്. സരിന്റെ സൗഹൃദ വലയം എന്ന് പറയുന്നത് വളരെ വലുതാണ്, എന്റെ സൗഹൃദ വലയം വളരെ ചെറുതാണ്. പക്ഷെ അതിലും അധികം ആളുകളും സരിൻ വഴി എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ്. സോ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരെയും വളരെ അടുത്ത സുഹൃത്താണ് ജംഷി. അബീർ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. സോ ഇവിടെ വന്നതിന് വളരെയധികം നന്ദി. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓരോരുത്തരെയും പേരെടുത്ത് പറയണം. ലക്ഷ്മി, ശ്രദ്ധ, എനിക്ക് ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരും വന്നത് എനിക്ക് അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട്. ബിനു ജെ ജോർജ് പോരെ, എന്തോ ചെറുക്കച്ചാലി പോരെ, രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഓരോരുത്തർ തുടങ്ങാൻ ചേർത്താണ്. ഹരീഷ് വാസുദേവൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് പറയണം. എല്ലാവർക്കും നന്ദി. എന്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുത്തതിന്, അതിന്റെ ഭാഗമായതിന് നന്ദി, നന്ദി, നന്ദി. അപ്പൊ ഔപചാരികമായിട്ട് ഈ പരിപാടി ഇവിടെ കഴിയാണ്. ഇനി ഇന്നത്തെ ദിവസത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി നമ്മൾ ഓഥറിന്റെ സിഗ്നേച്ചറോട് കൂടി ഈ കോപ്പി ഇന്ന് തന്നെ ചൂടോടെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സിഗ്നേച്ചർ സെഷൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഓഥറിന്റെ കയ്യൊപ്പോടുകൂടി തന്നെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങുകയും അതിന്റെ ആ കോൺട്രിബ്യൂഷൻ ചെല്ലുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യമായ വയനാടിന്റെ പുനർനിർമ്മാണത്തിലേക്കാണ് എന്ന സന്തോഷത്തോടെ, തിരിച്ചറിവോടെ നമുക്ക് ഇതിൽ പങ്കാളികളാവാം. ഇവിടെ എത്തിയ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഈ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായതിന് നന്ദി, ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു. ഫിനിഷ് ചെയ്യല്ലേ?